ഭാരതക്കുന്ന് ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും ഒത്തിണങ്ങി അർമാദിച്ചു നിൽക്കുന്ന ഒരു ബൃഹസ്പതി കുന്നാണ് മേൽപ്പറഞ്ഞ ഭാരതക്കുന്ന്. അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തുകാർക്ക് അന്യോന്യം വൈവാഹിക ബന്ധിതരാവാൻ ജാതി വേണ്ട, ജാതകം വേണ്ട, ജബർലൂദിൽ വേണ്ട, ജ്ഞാനസ്നാനം വേണ്ടേ വേണ്ട. പക്ഷെ ഒന്ന് വേണം, ഒടുക്കത്തെ ഭാഗ്യം. അതേന്നെ, ബിക്കോസ് മംഗല്യ ബന്ധ് ടീം ഇസ് വെരി സ്ട്രോങ് ഹിയർ. ക്ഷമിക്കണം, മംഗല്യബന്ധം എന്താണെന്ന് നെറ്റി ചൊളിക്കണ്ട. മറ്റേത് നാട്ടിലും തല്ല് കിട്ടുന്ന ഒരു ഏർപ്പാട് ഭാരതക്കുന്നിലേക്ക് എത്തുമ്പോൾ ആവേശവും മത്സരവും ഒക്കെയാണ്. കല്യാണം മുടക്കൽ. ഇവിടെ എല്ലാ കല്യാണവും മുടക്കി കൊടുക്കപ്പെടും. ഇത് ഷാർജ കപ്പൊന്നുമല്ല. ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്നവർക്ക് മംഗല്യ ബന്ധ് ടീം വർഷാവർഷം കൈമാറുന്ന മുടക്ക് ദണ്ടാണത്. ടീമില് 4 ബിഗ് കുന്തമുനകളാണ്. 1, ശ്രീ ഗുണ്ട് അരവിന്ദൻ. മൂപ്പർക്ക് ഹാപ്പി ആയാൽ അപ്പൊ ഗുണ്ട് പൊട്ടിക്കണം, കേൾക്കണം. 2, അരവിന്ദന് സദാസമയവും ഇടങ്കോലിടാൻ റെഡിയായി നിൽക്കുന്ന ശ്രീ ഇടങ്കോൽ ഐവാച്ചൻ അവർകൾ. 3, നാറ്റമില്ലാ വാറ്റൻ അപ്പി ഷംജു. ഈ ഷംജു ആണ് ഗുണ്ടിന്റെ ഡീലർ. 4, മിസ്റ്റർ ചീനച്ചട്ടി രാജുഭായ്. ഇവരുടെ കല്യാണ മുടക്കുകൾ ജാതിഭേദ, പ്രായഭേദ, ലിംഗഭേദമന്യേ അവിടുത്തുകാർക്ക് ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ 75% ആൾക്കാരുടെയും ജീവിത പങ്കാളികൾ അന്യ സംസ്ഥാന ഇറക്കുമതികളാണ്. ഒരൽപ്പം വട്ട് പിടിച്ച നാട്ടുകാരാണെന്ന് തോന്നില്ലേ? ഉണ്ട്, ഒരൽപ്പം വട്ട് നമുക്കും വേണം ഈ കഥ കണ്ടു തീർക്കാൻ. അപ്പൊ ഇത്തവണത്തെ മംഗല്യബന്ധ ആഘോഷം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ഡ്യൂട്ടി ഓവർ. ഇനി നിങ്ങളായി, നിങ്ങളുടെ ഭാരതക്കുന്നായി. ഇത്തവണയും ചേട്ടൻ തന്നെ നോക്കിക്കോ. ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓ തോ ഹർ സാൽ ഐസി ഹി ഹേ നാ. എല്ലാ കൊല്ലവും മത്സരം കടുക്കും. അരവിന്ദേട്ടൻ ജയിക്കും. അതാണ്. ആ വാറ്റുകൾ 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 നാറ്റമില്ല വാറ്റുകൾ എന്ന് പറയാൻ ഒരുപാട് വാറ്റുകളൊന്നും ഇവിടെ ഇല്ല സുഹൃത്തുക്കളെ. ആ മംഗല്യബന്ധിന്റെ സ്പെഷ്യൽ വാറ്റുകൾ മാത്രം. നടന്നു വരൂ, കടന്നു വരൂ. കുടിച്ച് കുടിച്ച് കിടന്നുരുണ്ട് ഇഴഞ്ഞു പോകൂ സുഹൃത്തുക്കളെ. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. നമ്മുടെ അരവിന്ദേട്ടന്റെ അവസാനത്തെ കൊല്ലമാ. ഇതിന്റെ ഗുണ്ടൊക്കെ റെഡി തന്നെയല്ലോ അല്ലേ? പിന്നല്ല, ഈ ഭാരതക്കുന്നൊക്കെ ഒന്ന് കിടുകി വിറക്കണം. ഭാരതക്കുന്നല്ല, കേരളം മൊത്തത്തിലൊന്ന് കിടുങ്ങും. പോരെ? അത് മതി. സമാധാനം കളയരുത്. ടാസ്കും ഫോഴ്സും ഒന്നും ഇല്ല ഇവിടെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഷ്ടമാണ്. ഇന്ന് നിങ്ങൾ എന്നെ കമ്മീഷണർ എന്നാ പിടിക്ക്. ചേട്ടാ, ഇതൊന്നും ഇവിടെ ശരിയാവൂല, എടുത്ത് മാറ്റിക്കേ. ആഹാ, അത് കൊള്ളാലട കൊച്ചനെ. അതെ, ഞാനിവിടെ സ്പോൺസർമാരിൽ ഒരാളാണ്. അതുകൊണ്ട് എനിക്കിതൂടെ വെക്കാം കേട്ടാ. അണ്ണന്റെ പേര് വെണ്ട കേശരത്തി നോട്ടീസിൽ വെച്ചിട്ടുണ്ട്. നോക്ക്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെ, സ്ഥാപനത്തിന്റെ പേര് നീയൊക്കെ രസീത് വഴി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം നിന്റെ ഒക്കെ നോട്ടീസിൽ വരാൻ. അല്ല തലയിലെ ദീർഘോ മൂട്ടിലെ വാലും മാത്രം വെച്ചാ പോരാ. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചാ മാത്രം മതി കേട്ടാ. അതൊന്നും പറ്റൂല, നടക്കണ ദിവസമല്ല, ഇവിടെ വെക്കാൻ പറ്റൂല. അത് കൊള്ളാല്ല. ഞാൻ സംഭാവന തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വച്ചിട്ടേ പോവൂ. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ? ഓഫറൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഏതാണ്ടൊക്കെ ഓഫർ ഉണ്ടായിരുന്നില്ല ഈശോഷ? അതെന്തായിരുന്നു? സീനിയർ സിറ്റിസൺ മാരേജ്, സമ്പൂർണ്ണ സൗജന്യം. സമ്പൂർണ്ണ സൗജന്യം. ഓ, ആ പരിപാടി അത് സമ്പൂർണ്ണ പരാജയമായി പോയി. അവസാനം സ്വന്തം അച്ഛന് പെണ്ണ് നോക്കേണ്ടി വന്നു. കഷ്ടം. ബിസിനസ്സിൽ അച്ഛനും അമ്മാച്ചനും ഒന്നും ഇല്ല വാച്ചു. ഓ, വേണ്ടി വന്ന നിന്റെ തന്തയെ വരെ ഞാൻ കെട്ടിക്കും. ഒന്ന് പോയടാ അവിടുന്ന്. ഞാൻ ഇതിവിടെ വച്ചിട്ടേ പോവൂ. തിരിച്ചു പോവാൻ ആംബുലൻസ് വിളിച്ച് നിർത്തിയിട്ട് വേണം നീ ഇതോടെ വയ്ക്കാൻ. കേട്ടത്തികളെയും.
കൈവരി കാലീതെന്ന് തീരാക്കരുതി കല്യാണക്കൊരു യോഗമുള്ള കളിക്കാരെല്ലാം വീണ്ടും വീണ്ടും ഗോളടിച്ച് പണ്ട് പണ്ട് കൊണ്ടുവന്ന ദണ്ട് ദണ്ട് ഉടക്ക് ദണ്ട് ഇനി മത്സര ചൂടിലേക്ക് പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റുകൾ സമാസമം. അരവിന്ദേട്ടനോ ഐവാച്ചനോ ആരായിരിക്കും ഈ വർഷത്തെ മികച്ച കല്യാണം മുടക്കി? കഴിഞ്ഞ 5 വർഷമായി സ്ഥാനം കൊണ്ട് നടക്കുന്ന അരവിന്ദേട്ടന്റെ അവസാന മത്സരമാണിത്. പുരസ്കൃതനായി അദ്ദേഹം ഇവിടുന്ന് മടങ്ങുമോ അതോ ഐവാച്ചന്റെ കന്നിമുത്തം മുടക്ക് ദണ്ടിൽ പതിയുമോ? എന്തായാലും നമ്മുടെ മാനത്ത് കണ്ണി സാബുവിന്റെ വരവോടുകൂടി ഇതിന് ഉത്തരം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതിനായി നിങ്ങൾ ഒരു 10 നിമിഷം കൂടി കാത്തിരിക്കുക. ഒരേ ഒരു കല്യാണ മുടക്കിന്റെ ആവശ്യമാണ് ഇരുവർക്കും വേണ്ടത്. അതിനായി നമുക്ക് കാത്തിരിക്കാം സുഹൃത്തുക്കളെ. അതാ സാബു എത്തുന്നു. സാബു ആരാണ് വിജയിക്കുന്നവരുടെ മുന്നിൽ പ്രഖ്യാപിക്കൂ. ഐവാച്ചനാണോ അരവിന്ദനാണോ? ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. സാബു പറ, ആര്? എടാ മാനത്ത് കണ്ണി ആര്? അരവിന്ദേട്ടനോ ഐവാച്ചനോ? സാബു ഇപ്പൊ പറയും. പറ സാബു, പറ. ആര്? ഐവാച്ചനാണോ? പറയൂ. അരവിന്ദേട്ടൻ. എടാ സാബു, മാനത്ത് കണ്ണി പറയടാ, അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടിരിക്കാതെ. ആരടാ പറയടാ? അരവിന്ദേട്ടൻ. അഞ്ചാമതല്ല, 6ാമതും അരവിന്ദേട്ടൻ. കേറി വാ അരവിന്ദേട്ടൻ, ഇങ്ങോട്ട് കേറി വരോ. കേറി വാ, അടി കൈയടി. അരവിന്ദേട്ടൻ പൊളിക്ക്, സംസാരിക്കും. സുഹൃത്തുക്കളെ, ഇത് എന്റെ മാത്രം വിജയമല്ല, ഇത് നമ്മുടെ വിജയമാണ്. എന്റെ മുൻപിൽ വരുന്ന ഓരോ വിവാഹാലോചനക്കും ഓരോ വിധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഞാനൊരു കാരണമാകുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇക്കൊല്ലത്തോടെ മംഗല്യബന്ധ് എന്ന പ്രസ്ഥാനത്തിന്റെ മത്സര രംഗത്തു നിന്നും ഞാൻ വിട വാങ്ങുകയാണ്. എനിക്ക് വേണ്ടി എന്റെ കൂടെ നിന്ന കുടുംബത്തിനും നാട്ടുകാരോടും വെറും നന്ദി മാത്രം പറഞ്ഞ് വിട വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന എല്ലാ കല്യാണ മുറികൾക്ക് വേണ്ടിയും മംഗല്യബന്ധ് ഓൺലൈൻ ആപ്പ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. സന്തോഷമായില്ലേ മക്കളെ? എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. കൂട്ടത്തിൽ എന്റെ വിരമിക്കൽ ഔദ്യോഗികമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും എന്റെ നന്ദി. നന്ദി ഞങ്ങളാണ് പറയേണ്ടത്. കാരണം ഇത്തരം ഒരു സാധ്യതയുടെ വാതിൽ ഞങ്ങൾക്ക് മുമ്പേ മലർക്കെ തുറന്നിട്ടുന്നതിന്. അടുത്തതായി അരവിന്ദേട്ടന് മുടക്കുദണ്ട് കൈമാറുന്ന ചടങ്ങാണ്. അതിനായി ദണ്ടിന്റെ സൂക്ഷിപ്പുകാരനും കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജറുമായ ശ്രീ ശ്യാനു കേസിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹേ ഭഗവാൻ, മേരാ ദണ്ഡ്. ഒരു നാടിന്റെ വികാരവും വിശ്വാസവും ഒക്കെയാണ് നീയൊക്കെ എറിഞ്ഞു താഴ്ത്തായിരിക്കും. പണ്ട് ഈ പരിപാടിക്ക് വന്ന് നമ്മളും കുറെ കടലയും കപ്പലിന്റെ കത്തുന്നിട്ടുള്ള എന്നിട്ട് ഇപ്പോഴാണോ അതൊക്കെ നിന്റെ വയറ്റി പിടിക്കേണ്ടത്? വിവരം വെക്കുമ്പോ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെറ്റത്തരം കാണിച്ചിട്ട് ചെലക്കുന്നാടാ. ആര് ചെറ്റത്തരം കാണിച്ചെന്ന് പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കച്ചാ. ആരാ ചെറ്റത്തരം കാണിച്ചെന്ന് പറയച്ചാ. അടിച്ചു പൊട്ടിക്കാൻ ഉണക്കില പിരി. നീ ആരുടെ സംസാരിക്കുന്നറിയാ? മുതിർന്നവർക്ക് ഇങ്ങനെയാടാ പെരുമാറണ. കുറച്ച് ബഹുമാനമൊക്കെ വേണ്ടേ? വേണം, വെറുതെ ഫംഗ്ഷൻ അലമ്പാക്കാടാ. താൻ ഇതെന്തോ അറിഞ്ഞിട്ട് സംസാരിക്കുന്നേ? കാര്യം എന്താണെന്ന് ചോദിക്കണോ? എന്താ കാര്യം? നമ്മളും കൂടി അറിയട്ടെ. അറിയെന്താ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ? സ്വന്തം മോന്റെ, അതായത് ഈ നിൽക്കുന്ന ചൊവ്വ വേണുവിന്റെ കല്യാണം മുടക്കിട്ടാണ് ഇയാൾ അവാർഡ് മേടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ അരവിന്ദേട്ടാ, പ്രസ്ഥാനമാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞിട്ടേ കുടുംബ കുട്ടികളൊക്കെ ഉള്ളോ. അരവിന്ദേട്ടാ മാസ്. അത് ശരി. എന്നാ പിന്നെ ഇതും കൂടെ കേട്ടോ. ആ മൈക്ക് ചേട്ടോ. ഹലോ ഹലോ. അപ്രിയരെ,
ഭാരതക്കുന്നുകാരുടെ അഭിമാനമായ ദ ഗ്രേറ്റ് കല്യാണം മുടക്കി ഈ നിൽക്കുന്ന അരവിന്ദന്റെ മകൻ ചൊവ്വ വേണുവിന്റെ കല്യാണം ഇന്നേക്ക് 7 ദിവസത്തിനകം വർസല ക്ലബ്ബ് ടീം നടത്തിയിരിക്കും. നിനക്കൊക്കെ തടയാൻ പറ്റുമോ? പോയി തടഞ്ഞോടാ. അങ്ങനെ നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മംഗല്യബന്ധ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന ഈ നാറിയ പരിപാടിയുടെ ആഘോഷവും ഒടുക്കത്തെ ആയിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തരണം. ഇനി ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതോടെ വത്സര ക്ലബിന്റെ ഒടുക്കം. നീ എത്ര അങ്ങനെ പിള്ളേരെ, നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും വേണമെന്ന് അവരുടെയൊക്കെ കാരണവന്മാർ ചിന്തിക്കുന്നതിന് മുന്നേ തുടങ്ങിയ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിന്റെ സ്വന്തം പ്രസ്ഥാനം. അതെ, തിളപ്പിന്റെ പുറത്തേ മക്കള് വെല്ലുവിളിക്കുമ്പോ ഇതൊക്കെ ഒന്ന് നല്ലോണം ഓർത്തോളണം. പണ്ട് വത്സല ക്ലബിന്റെ പേര് പറഞ്ഞ് നിന്റെയൊക്കെ ഒരു മുരുകൈ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അവസാനം അവന് നാട് വിട്ടു വേണ്ട അവസ്ഥ വന്നു, അറിയാലോ. ചീനച്ചേട്ടി രാജു, വെറുതെ കിടന്ന് കണാ ഗുണ വർത്താനം പറയാതെ നിനക്കൊക്കെ ധൈര്യം ഉണ്ടാടാ നമ്മളെ പിള്ളേരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ? ഞങ്ങൾക്ക് കൂട്ടായിട്ടൊന്ന് ആലോചിക്കണം. പോയി 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 ആലോചിക്കും. പോയി അരവിന്ദേട്ടൻ പിന്നെ ബജറ്റ് പാസ്സാക്കാൻ പോവില്ലേ? ആലോചിക്കേ. നീ എന്തിനു കയറി ക്ലബിന്റെ ഒടുക്കെന്ന് പറഞ്ഞു? ഒന്നാമത് ഇവന് ചൊവ്വാദോഷമുള്ളതാണ്. ഇനി കല്യാണം എങ്ങനെ നടന്നില്ലെങ്കിൽ ക്ലബ്ബ് തീർന്നു. നല്ല പറയണ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, തൈലക്കച്ചവടം പാലിശമാണെങ്കിൽ കൂടിയും ഈ വത്സല ക്ലബിന്റെ വെല്ലുവിളി ഏറ്റെടുത്തതായി ആത്മാർത്ഥതയോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ വെല്ലുവിളിയിൽ അവർ തോൽക്കുകയാണെങ്കിൽ വത്സല ക്ലബ് എന്നൊരു പ്രസ്ഥാനം ഈ ഭാരതക്കുന്നിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയപ്പെടുകയും പകരം മംഗല്യബന്ധിന്റെ യുവതുർക്കികളെ വാർത്തെടുക്കാനുള്ള ഒരു സ്റ്റഡി ക്ലാസ് ഇവിടെ ആരംഭിക്കുകയും പ്രവർത്തിച്ച് വിജയിപ്പിക്കുകയും ചെയ്യും. മറിച്ചാണേൽ ചരിത്രങ്ങളുടെ പ്രാധാന്യമുള്ള മംഗല്യബന്ധം പിരിച്ചുവിടുന്നതായിരിക്കും. വെല്ലുവിളി സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരാളുടെ അനുമതി കൂടെ മേടിക്കണം. പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുടക്കാശാൻ ബഹദൂർ കേടെ. അങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. ആശാന് പറയാൻ അങ്ങോട്ട് പറ. ആശാന് ദേ ചെക്ക, നീ വെറുതെ ന്യായീകരിക്കാൻ നിക്കല്ലേ. അച്ഛനെ വെല്ലുവിളിച്ചിട്ട് വന്നേക്കുന്നു. അമ്മേ, സ്വന്തം മോന്റെ കല്യാണമാണ് അങ്ങനെ മുടക്കിയത്. അതമ്മയ്ക്ക് മനസ്സിലായോ? വെറുതെ അല്ലല്ലോ, കാര്യം ഉണ്ടായിട്ടല്ലേ. നിന്റെ കല്യാണം മുടക്കിയില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ പ്രസ്ഥാനത്ത് തല കുനിച്ച് പടിയിറങ്ങി വന്നേനെ. ഹേ ഭഗവാൻ, സോച്ച് ഭീ നഹീ സക്താ. അമ്മ ഇടയ്ക്കൊക്കെ എന്റെ ഭാഗത്തു നിന്നുകൂടി ഒന്ന് ചിന്തിക്കണം. ഒന്നാമതേ, കല്യാണം നടക്കാതിരിക്കാനുള്ള ഒരു ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ചൊവ്വാദോഷം. അതെങ്ങനെയും ഒക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് ഒരു പെണ്ണിനെ സെറ്റാക്കി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ദാ വീട്ടിൽ കുത്തിയിരിക്കുന്ന അടുത്ത ദോഷം. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല എന്റെ കല്യാണം ഈ നൂറ്റാണ്ടിലങ്ങനെ നടക്കുമെന്ന്. മുച്ചനായി മാലു ഈ അവളെ കണ്ടുപഠിക്കൂ. അമ്മയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ അസ്ഥാനത്ത് കയറി അന്യഭാഷ സംസാരിക്കരുതെന്ന്. എന്തായാലും അവളെ പോലെ കെട്ടാതിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ നടത്തിയിരിക്കും. ഗുണ്ടത് പൊട്ടിക്കുകയും ചെയ്യും. ശരിക്കടി, ഒരു ഗുണ്ടു പൊട്ടിയപ്പോഴേ ഒരുത്തം വാലും പൊക്കി ഓടിയായിരുന്നല്ലോ. എന്തായാലും ആ ഗതി എനിക്ക് വരത്തില്ല. നമുക്ക് കാണാം. അണ്ണന്റെ മോനായോണ്ടാണ്. ഇല്ലെങ്കിൽ ആ ദണ്ടെടുത്ത് എല്ലാത്തിനും തലയടിച്ച് പൊട്ടിച്ചാണ്. ഒരുത്തനെ ഇനി വീട്ടിൽ കയറ്റില്ല അണ്ണ. അതിന് അരവിന്ദൻ ചാവണ്ടി വരും. ഒരു വലിയ പീസ് നോക്കി. വലിയ പീസൊന്നും ഇല്ലണ്ണ. ആര് പറഞ്ഞ ഗ്രേവി ഞാനല്ലേ എടുത്തോണ്ട് വന്ന. ഇല്ല, ഗ്രേവി മതിയാ. കേട്ടാ, ഒരു വലിയ പീസ് നോക്കി ഇട്ട് കൊടുക്ക്. എറിയാനും പൊട്ടിക്കാനൊക്കെ നല്ല ആരോഗ്യം വേണ്ടേ? പൊട്ടിക്കേണ്ടത് പൊട്ടിച്ചു കഴിഞ്ഞല്ലോ. ഒരു തണ്ട് പൊട്ടിയാലേ
9 വേറെ വരോടാ. കൂട്ടുകാരന്റെ കല്യാണം മുടങ്ങിയതിന്റെ ബിരിയാണി കൂടിയാ നീയൊക്കെ എണ്ണാക്കിൽ വെള്ളം ഒഴിച്ചിറക്കിയത്. നാണണ്ടാ ദേഹത്ത് പിടിക്കോ നിനക്കൊക്കെ? അമ്മ വിളിച്ചു, ഞങ്ങൾ വന്നു. വാശി ഭക്ഷണത്തോടല്ല, അത് നിങ്ങളുടെ പ്രവൃത്തിയോടും പ്രത്യയശാസ്ത്രത്തോടുമാണ്. ഈ ഒരു അനുനയനം വെല്ലുവിളിയുടെ കാര്യത്തിൽ വേണ്ട. അത് നീയൊക്കെ തിരിച്ചും പ്രതീക്ഷിക്കണ്ട. വരണ്ട, റൈസ് കുറച്ചുകൂടെ വേഗമുണ്ട്. ഷംജു പറയണ ഒന്ന് പൊട്ടിക്കിട്ട് വരും. ഓ അയ്യയ്യേ, മൊത്തം മുണ്ടിലായി. കാര്യം കാരന്മാരൊക്കെ ഉറക്കില്ല. നിന്റെ അടുത്തൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ തീക്കളി വേണ്ടെന്ന്. ഇതൊരു ഇൻഡോർ ഗെയിം അല്ലേ സഖാവേ? അത് വത്സലയുടെ ഇൻഡോറിൽ വേണ്ട. മനുഷ്യ ഇവിടെ തലപ്രാന്തെടുത്ത് ഇരിക്കുമ്പോ അപ്പൊ കാലത്ത് കിടന്ന വിഷയങ്ങളൊക്കെ നീയൊക്കെ മറന്നാടേ. എന്താ സഖാവ് ഒരു ഊശിയാക്കിയ വർത്താനം? പിന്നെ ഊശിയാക്കാതെ കാലത്ത് എറിഞ്ഞു പൊട്ടിക്കുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല. ആവേശം അണപൊട്ടി ഒഴുകുകയല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇരുട്ടത്ത് മെഴുതിയും കളിച്ച് വെച്ച് കളി അവൻ്റെ പോ. സഖാവേ അതെന്തൊരു തേട്ടം വേണം, അത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. നീ കിടന്ന് അലയ്ക്കുമ്പോ ആലോചിക്കണം. പിന്നെ പേടിച്ചു പോകില്ല മനുഷ്യൻ. ഇവിടെ ടാപ്പൊന്നുമല്ല ഭിത്തി തേക്കണത്. പിടിച്ചിട്ട് താൻ പറ്റൂ. ലാൽ സലാം സഖാവേ. സഖാവേ മുണ്ടൊന്നേ മാറ്റിട്ടു പോടാ. അത് ഇവിടെ പറഞ്ഞ സഖാവേ. ഗണേശണ്ണ എന്താണ് രാത്രി? അതറിഞ്ഞായിരുന്നല്ലേ അണ്ണാ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതല്ലണ്ണ, ഈ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ഒരു അജണ്ടയാണല്ലോ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണേ എന്തിന്? അന്യൻ്റെ ഒന്നും അല്ലല്ല. നിങ്ങളുടെ 2ാം ഭാര്യ ഒളിച്ചോടി പോയത് ആദ്യ ഭാര്യയുടെ മോൻ്റെ അല്ലേ? കുടുംബം തന്നെ കാണുമല്ലോ. പിന്നെ ഇത് നാറും. എടാ ചൊവ്വേ ബാഗു ഇവിടെ അവ ഇതിൽ വന്നില്ലേ? വന്നില്ല. ഈ ചെറുക്കൻ ഇതെന്തോന്ന്? രാത്രിയിലത്തെ റിട്ടയർമെന്റ് പാർട്ടിക്ക് തന്തപ്പടിയും ടീമും കൊണ്ട് അണ്ണാക്കിലടിക്കാൻ വെച്ചിരുന്ന ബീഫാ. ഞാനിങ്ങ് പൊക്കി. അവരങ്ങനെ ഇപ്പൊ ടച്ചണ്ട. അതെ, ഇത് കൊണ്ടുപോയി കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊണ്ടുപോവാ. ഒലത്തി തരാം. എന്തോന്ന്? ബീഫ് ഒലത്തി തരാന്ന്. ആ കൊണ്ടുപോയി ഒലത്ത്. ഡേ ഒരുപാട് മുളക് പൊടി വാരിയിട്ടല്ലേ? ഈ പാക്കറ്റ് കൂടി ഹെൽത്തിന് ഭയങ്കര കേടാ. ഡേ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ അന്നത്തെ പോലെ ഇനി അപ്പിഷംജുവിന്റെ വാറ്റ് പോലെ എടുത്തോണ്ട് വരൂ. വാറ്റെങ്കിൽ വാറ്റ് തലക്കടിച്ച് ബോധം കിടന്നു. പറഞ്ഞ സാധനം എത്തിയില്ലെങ്കിലാ? എത്തിയില്ലെങ്കിൽ എത്തിക്കും. സഖാവ് അർജുനാണ് പറയുന്നത്. ലാൽ സലാം. വെള്ളം ഇറങ്ങിക്കൊണ്ടിരി. ഇപ്പൊ എത്തും. യവനെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ കൊഴുത്തൂരമ്മ ഒറ്റ മുള്ളൽ കമ്മി സാങ്കി. എന്താ കുഴപ്പം? വെച്ച് തയ്ച്ച പോലുണ്ട്. അമേസിങ് ആണോ? പിന്നെ താങ്ക് യു. തീരെ ആക്കിക്ക്. അടുത്ത പരിപാടിക്ക് ഫ്ലെക്സ് അടിക്കുക. അനിയ, സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് ഒരു നേതാവിന്റെ യഥാർത്ഥ വിജയം. അവിടെ പാർട്ടിയുടെ വലിപ്പത്തിനോ കൊടിയുടെ നിറത്തിനോ യാതൊരു സ്ഥാനവും ഇല്ല. കൂടെ ഉള്ളവന്മാരെ മനസ്സമാനം, അതാണ് എനിക്ക് പ്രധാനം. അങ്ങാട്ടിരി. അയ്യോക്ക് ചെറുക്ക്. അയ്യോ സഖാവേ ദണ്ടാണ് കയറി കടുത്തേക്കുന്നത്. ആണാ? എനിക്ക് മനസ്സിലായില്ല. അല്ലായിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ നമുക്ക് 7 ദിവസം എന്നുള്ളത് കുറച്ച് കൂട്ടി ചോദിക്കായിരുന്നു. നീയൊക്കെ നാഴികക്ക് 40 വട്ടം നീട്ടി ചോദിക്കാന്ന് പറയുന്നു. നീ പോയി ചോദിക്കൂ. യവൻ പോയി ചോദിക്കൂ. എവിടുന്ന്? അതാ ദണ്ടടിച്ച് പപ്പടമാക്കി അവൻ പോയി ചോദിക്കൂ. ഒട്ടും പോകത്തില്ല. ഇല്ലല്ല, പിന്നെ വേണ്ടായി. നിങ്ങൾ ഇതെന്തോന്നു? ആ മുരുകണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ജില്ല ഇല്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഇയാൾ പോയി വിളിച്ചോണ്ടോ? ഇയാളാ മുരുകണ്ണനെ വിളിച്ചേനെ. പക്ഷെ അങ്ങേര് പറഞ്ഞ വാക്കിന് വില കാണിച്ചു. വെല്ലുവിളി തോറ്റാ നാട് വിടുന്ന് പറഞ്ഞു. അങ്ങനെ നാട് വിട്ടു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? അതാണ് അങ്ങേര് ക്ലബ്ബ് വെച്ചെന്നല്ലോ വെല്ലുവിളിച്ചത്. ഇതിപ്പോ അങ്ങനാന്നോ? ക്ലബ്ബും പാട്ടോ എല്ലാം പൂട്ടി പോകേണ്ടി വരും. സഖാവേ, നിങ്ങൾ ഗണേശേട്ടന്റെ ഭാര്യയുടെ കാര്യം നൈസായിട്ട് ഡീൽ ചെയ്ത പോലെ ഇതങ്ങ് ഡീൽ ചെയ്യും. ഞങ്ങളില്ലേ കൂടെ? അനിയ, അത് വേ ഇത് റേ.
മറ്റത് അവഹിതം. രണ്ടും ഒരു വീട്ടിൽ. ഒരു വണ്ടി സെറ്റ് കൊടുത്ത് ആ റോഡിലോടി അങ്ങ് പൊക്കോളൂ. ഇവന്റെ കേസ് അങ്ങനെയല്ലല്ലോ. ഇവന്റെ ചൊവ്വാദോഷം മാറ്റി വെച്ചാലും ഇവന്റെ അച്ഛൻ നിൽക്കില്ലേ. വൺ ഓഫ് ദ ഫൈനസ്റ്റ് കല്യാണം മുടക്കി ഇൻ ഭാരതക്കുന്ന്. എവിടെ ശരിയാവാൻ. സഖാവേ, ഇനിയിപ്പോ 7 ദിവസം കൊണ്ട് ഇവൻ എങ്ങനെ ഒരു പെണ്ണിനെ ഒപ്പിക്കും? രണ്ട് പുകയാണ്. ഏതാ പെണ്ണ്? എന്നാലും എൻ്റെ അണ്ണ വെല്ലു വിളിച്ച ഉടനെ നിങ്ങളൊരു പെണ്ണിനെ സെറ്റാക്കിക്കൊണ്ട് വന്നല്ല. വെല്ലുവിളിയാ? എടാ അത് സെറ്റപ്പാണ്. വിളിച്ചിറങ്ങോട്ട് പൊക്കോണം. അതിന് ഞാൻ കെട്ടിക്കൊണ്ട് വന്നേന്നും അല്ല, നാളെ കാലത്ത് പൊയ്ക്കോളും. കുപ്പി വാങ്ങാൻ പറഞ്ഞാൽ അത് ചെയ്യണം, അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന പെണ്ണിനെ വിളിച്ചോണ്ട്. എന്റെ പാർട്ടി എങ്ങാനും അറിഞ്ഞ. ഓ പിന്നെ ഇയാളെ പാർട്ടി ഇതൊന്നും അറിയില്ലെന്നേ. ഇതൊക്കെ നൈസായിട്ട് പരിപാടി വിടുക. ഇതൊക്കെ ഇത്രേ ഉള്ളൂന്ന്. ട്രസ്റ്റായി. ബാഹു, ഇത് നീ വിചാരിക്കുന്ന പോലെ അല്ല. ഇതുകൂടി നീ നാട്ടുകാരെ അറിഞ്ഞ. ഓ പിന്നെ ഇതൊക്കെ എല്ലാരും അറിയിച്ചോണ്ടല്ലേ ചെയ്യണത്. ഇതൊന്നും ആരും അറിയില്ലെന്ന്. ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നു. ഇത് പിടിച്ചാണ് സമയം പോണു. അല്ല നിങ്ങളൊരു വെല്ലുവിളി കാര്യമൊക്കെ പറഞ്ഞല്ലേ, അതെന്താ സഖാവേ? ആഹാ, അപ്പൊ സാർ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്തേലും അറിയേ? എടാ ബാഹു, നീ കവല വഴിയല്ലേ വന്നത്? ആരും ഒന്നും പറഞ്ഞില്ലേ? ആരും ഒന്നും പറഞ്ഞില്ല. അവളെ കാണുമെന്ന് വിചാരിച്ചേ പേടിച്ചാണ് ഞാൻ അതുവഴി വന്നത്. പക്ഷെ അവിടെയൊന്നും ഒരു പട്ടിക്കുഞ്ഞോലും ഇല്ലായിരുന്നു. എന്തൊരു സഖാവേ കാര്യം? തേങ്ങ. ആ കിളവൻ അറിഞ്ഞൂടെ വാശിക്ക് വളിവിട്ട കുണ്ടിക്കാണ് കേടന്ന്. അയ്യോ, വിട്ട സമയത്ത് ഞങ്ങൾക്കത് പറയാൻ പറ്റിയില്ല. നീ പോയി അങ്ങേരുടെ കുണ്ടിക്കടി മാറ്റിയിട്ട് വാടാ ബാഹു. എടേ ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞേടേ. മനുഷ്യരുടെ തേളടിച്ചിരിക്കുമ്പോ അവന്റെ അക്കച്ചിയുടെ പഴഞ്ചൊല്ല്. വെല്ലുവിളി തോറ്റന്റെ രാഷ്ട്രീയ ഭാവി എന്താവും എന്നുള്ള ടെൻഷൻ ഒരു സൈഡിൽ, വത്സല ക്ലബ്ബ് വേറെ സൈഡിൽ, ഞാൻ മിക്കാറ് സൈഡാവും. അപ്പൊ എന്റെ ഭാവിയോ? ചൊവ്വാദോഷം, തന്തപ്പടി, ഇപ്പത്തെ പെണ്ണ് കേസ്. ഡേയ് നിർത്ത്. ഇതിനൊന്നും ഞാനല്ലല്ലോ കാരണം. അല്ല, ഈ ദണ്ടടിച്ച് പൊട്ടിക്കലും വെല്ലുവിളിയൊന്നും എൻ്റെ അടുത്ത് ആലോചിച്ചിട്ടല്ലല്ലോ നിങ്ങൾ ചെയ്തത്. അറിഞ്ഞാ നീ മുങ്ങും. കൂടെപ്പിറപ്പുകളെ കണക്ക് കണ്ടവർക്കേ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഒരു പെണ്ണിനെയും സെറ്റ് ചെയ്തുകൊണ്ട് വന്നപ്പം സഖാവേ, ഇന്ന് രാത്രി എന്തായാലും ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞിടാൻ പറ്റൂല. ഈ രാത്രി കൊണ്ട് ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വെല്ലുവിളിക്ക് ഷട്ടിടാനും പറ്റൂല. ഈ രാത്രി ആ പെണ്ണ് ഇവിടെ കിടന്നെന്ന് വെച്ച് നിങ്ങളെ രാഷ്ട്രീയ ഭാവിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് ആ വെല്ലുവിളി അങ്ങ് മറക്കാം. ഏത്? എടേ സമയം പോണ് കേട്ടാ. ടൈം ഗോയിങ്. ആരെങ്കിലും ഒരു തീരുമാനം പറ. എടേ ആരെങ്കിലും ഒന്ന് തൊള്ള തുറയടേ. റേറ്റ് എത്ര? അതൊക്കെ പറയാം. ആദ്യം എല്ലാവരുടെ അഭിപ്രായം ഒന്ന് അറിയട്ടെ. രാഷ്ട്രീയപരമായി എനിക്കിതിനെ പിന്താങ്ങാൻ കഴിയില്ല. ഒഴുങ്ങി കിടക്കണം. പിന്നെ സൗഹൃദപരമായി എനിക്കിത് വിട്ടുകളയാനും തോന്നുന്നില്ല. അതാണ്. അപ്പൊ ഇനി റേറ്റ് പറയാല്? പറയടേ. 15,000. 15,000? 15,000 രൂപ? ഇവിടെ പൈന്റിന് ഷെയർ ഇടാൻ പറഞ്ഞ ഒരുത്തിനുള്ളതല്ല, പിന്നെ 15,000 രൂപ. കൾച്ചറസ് ഫെല്ലോ. എടാ പൈന്റ് പോലെയാണോടാ പെണ്ണു? ഇതെന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിക്കാൻ പറ്റാത്തൊരു കേസായിപ്പോയി.
ബീഫിലെ കുറച്ചുകൂടി മസാല വേണം, മണം കുറവാ. എന്റെ മസാലയ്ക്ക് അളവ് പറയാൻ അവളാര്? പക്ഷെ അഴകളവുകൾ കീറ് കൃത്യം. പിന്നെ അല്ല, അങ്ങനെയുള്ളതിനല്ലേ ഞാൻ കൊണ്ടുവന്ന് ഇറക്കുള്ളൂ. ഏത് കുട്ടി എങ്ങനെ ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണാന്നാ ഓട്ടയിരുന്ന കൊച്ചു പറഞ്ഞ തമാശയായിട്ട് ചീരി 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 ചീ ചാത്ത്. പക്ഷെ എനിക്ക് സംഗതി അപ്പോഴേ കത്തി. ഏത് ഗോൺ കേളാണെന്ന്. പിന്നെ കാര്യം നടക്കണമെങ്കിൽ ചുള ഇറക്കണം കേട്ടാ. ചുള എറിഞ്ഞ എന്ത്? ആയില്ല ഇതുവരെ. ബസ് 5 മിനിറ്റ്. നീ പാഞ്ച് പറഞ്ഞിട്ട് 15 മിനിറ്റ് ആയി. ബീഫോ? അതിപ്പോ വത്സല ക്ലബിലെ അടുപ്പത്ത് കാണും, ദണ്ട് പൊട്ടി ആഘോഷം. ഓ അതും കൊണ്ടായ അവന്മാര് തിന്നു തോറുമ്പേ പുതിയ ദണ്ടിങ്ങെത്തും. അവന്മാരൊരാഘോഷങ്ങള്. അബി ചിക്കൻ ലേലോ, ബാക്കി ഞാൻ കൊണ്ടുവരാം. ആ നിന്നെ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഭയങ്കര ചിരിയും കളിയാണല്ല. നിന്റെ മറ്റൊന്നാട് വിട്ട് എന്റെ 5ാം വർഷം ആഘോഷിക്കണ. അച്ഛൻ അങ്ങനെ തോന്നിയെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അച്ഛന്റെ തോന്നലുകളൊക്കെ ശരിയായിട്ടേ ഉള്ളൂ. അവനൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം സാക്ഷാൽ മുരുകന് തന്നെ നിശ്ചയമില്ല മോളെ. മോള് സമ്മതിച്ച ഉടനടി മോളുടെ കല്യാണം നടത്താം. റിട്ടയർമെന്റിന് ശേഷം അച്ഛൻ കാണുന്ന ആദ്യത്തെ കല്യാണം മോളുടെ ആണ്. മോളുടെ കല്യാണം അച്ഛൻ മുടക്കിയെന്ന് ഇനി കേൾക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാം. ഹസോ ഹസോ, ഹാപ്പി അല്ലേ? ഓ ഹാപ്പി. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ, ചിലപ്പോ എന്തെങ്കിലും കുറച്ചാലോ. ഡിസ്കൗണ്ട് തരാനേ അവള് ഹോൾസെയിൽ കടയായിട്ട് ഇരിക്കല്ലേ. പോണവിടുന്ന്. ആ പെൺകുട്ടി നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി മേലാൽ ഇത്രയും ചീപ്പ് ടോക്ക് എന്റെ അടുത്ത് പറയില്ല. പ്ലീസ്. സഖാവേ, മത്സരയുടെ ഫണ്ടിൽ എത്രയുണ്ട്? ബാക്കി പിന്നെ വേറെ ഒപ്പിക്കാം. മത്സരയുടെ ഏത് ഫണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ക്ലബിന്റെ മെയിൻ്റെനൻസ് നടത്തിയിട്ട് അവസാനം എന്റെ ഭാഗത്ത് തന്നെ കാശിറങ്ങിയ അറിയാമോ? മെയിൻ്റെനൻസാ? എവിടെ? വല്ലപ്പോഴാ ക്ലബിൽ തെന്നിയറിച്ച കയറുന്നോണ്ട് ക്ലബിന്റെ കണക്ക് ചോദിച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഈ ചിന്ന പൂച്ചേര ഒരു കാര്യം, സീരിയസ് കാര്യം പറഞ്ഞാൽ വന്ന് കയറി തരും. ഒരു ക്ലബ്ബാകുമ്പോ അങ്ങനെ അനാവത്ത ചെലവുകൾ പലതും വരും. അതപ്പോ നമ്മൾ അങ്ങനെ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വിട്. ഇപ്പൊ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. കടം പറയാം. ഒരുമാതിരി കൺട്രി ചാതി വർത്താനം പറയലും. ഈ പൊട്ടന്മാരുടെ അടുത്താണല്ലോ ഞാൻ പെങ്കൊച്ചിനെ കൊണ്ട് വന്നത്. എന്നാ പുത്തിയുള്ള ഇയാളെ പോയി ഉണ്ടാക്കും. കൊണ്ടുവരാൻ അറിയാമെങ്കിലേ ഉണ്ടാക്കാനും എനിക്കറിയാം. ഐ സൊല്യൂഷൻ. അളിയ നീ சொல்லுடா. ഡെയിലി ഒരു 150 ഇട്ടേ 5 മാസം EMI ആയിട്ട് കൊടുത്താലാ? ഇതെന്താ ലോണാ? 100-150 വെച്ച് അടയ്ക്കാൻ. ഓ എന്നാ നീ താടേ പൈസ. മൂങ്ങ കണക്കിരുന്ന് ഡയലോഗ് അടിക്കാല്ലാതെ നിന്നെ കൊണ്ട് എന്തറിന് പറ്റും? വത്സലയുടെ പിള്ളേർക്ക് ഒരുത്തിയുടെ ഓശാരം വേണ്ട. അളിയ മുക്കൊന്നും അല്ലല്ലേ? അപ്പൊ പൈസ ഒക്കെ സെറ്റ് ആയല്ല എങ്കിൽ ആദ്യം ഞാൻ കയറട്ടാ. ഈശ്വര എന്റെ പേര് എന്ന് വീഴണേ. പിന്നെ ആര്? ലാസ്റ്റ് ആര്? ആര് ആദ്യം ആര്? ബൈജു. കരണ്ട, നിനക്ക് വയ്യെങ്കിൽ ഞാൻ പൊക്കോളാം. അത് വേണ്ട. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് കരുതിയതല്ല. മാറടാ.
കരുത്ത് തരണേ. അല്ലെങ്കിൽ സഹാക്കന്മാർക്ക് ഇപ്പൊ സമയദോഷമാണല്ലോ. എത്ര നേരമാടേ? നമുക്കൊക്കെ 10 മിനിറ്റ് മതി. ഇവനെന്തോന്ന് കാണിക്കുന്നു? മാറിയില്ല അങ്ങോട്ട്. ലൈൻ പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത ഞാനാണേ സെക്കൻഡ്. ആ കേട്ടോ. സ്നേഹിച്ച പെണ്ണിൻ്റെ ഓർമ്മയ്ക്കായി നീ കൊണ്ടുവിടുന്ന മൂക്കുത്തി ഇന്ന് നീ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരു പെൺകുട്ടിക്ക് കൊടുത്തു. ചങ്ക് പറയുന്ന വേദന ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും തൽക്കാലം വേറൊന്ന് കിട്ടുന്നത് വരെ ഇതിട്ടോ, അല്ലെങ്കിൽ മൂക്കിലെ തുളയടയും. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഇവ ഉറങ്ങിയ ഇനി അപ്പൊ സംഗതി ഒളിച്ചോട്ട് പോണു. എന്താണ് കക്ഷിയുടെ പേര്? ബെനത്തോ പുളിക്കാട്. നല്ല പേര്, ബെനത്തോ പുളിക്കാട്. കക്ഷി ഇപ്പൊ എവിടെ ഉണ്ട്? കക്ഷി ചേട്ടാ അറിഞ്ഞൂടാട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓ, വീടറിയാമോ? ബെസ്റ്റ്. ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. യാതൊരു പരിചയമില്ലാത്ത ഈ നിൽക്കുന്ന വേട്ടാവളിയുടെ കൂടെ എങ്ങനെ കുട്ടിക്ക് രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ തോന്നി? പറയൂ. എന്നോട് ആരോടും ഒന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആര്? ഏട്ടൻ. നല്ല മേട്ടായി. ഇഷ്ടത്തിന് കണ്ണി കാണുന്ന വണ്ടി കയറി വരാൻ പറഞ്ഞായിരുന്നോ ഏട്ടൻ? പിന്നെ അതായത് ചേട്ടാ, ഒരു 9:30 മണിക്ക് എന്നോട് പ്രാണവായു ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എന്നെ പിക്ക് ചെയ്യാൻ ആര് വരും? ആര് വരും? ഒരോട്ട് വരും. അതിന്റെ പുറകെ ചെകുവേരയുടെയും കുമ്മനത്തിന്റെ ഫോട്ടോ കാണുമെന്ന് പറഞ്ഞു. എന്റെ ഓട്ടോയില വണ്ടി വന്ന് ഞാൻ അതിൽ കയറി വന്നു. സ്വാഭാവികം. ആ ചെകുവരെയും കുമ്മനോ? നിന്റെ തന്തയുടെ ഫോട്ടോ അല്ലേ ഓട്ടോയുടെ പുറകില്? കുറ്റം പറയാൻ പറ്റൂല. അപ്പൊ മോളെ, നിലച്ച വണ്ടി കിടക്കലേ. അപ്പൊ കിടച്ച വണ്ടി കയറി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആട്ടോയും ആളും അത് തന്നെയെന്ന് ആ പോങ്ങൻ്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ടായിരുന്ന? എന്റെ ചേട്ടാ, ഓട്ടോ കയറി ഇവിടെ എത്തണ വരെ ആരടുത്തും ഒന്നും മിണ്ടരുതെന്നാണ് എന്റെ ഏട്ടൻ പറഞ്ഞത്. ആ ഇപ്പോഴാണ് ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് മിണ്ടണ തന്നെ, അല്ലേ ചേട്ടാ? ഇതിപ്പോ ആപ്പാടെ കൺഫ്യൂഷൻ ആയല്ല. ബനാനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വീട് എവിടെയെന്ന് അറിഞ്ഞും കൂടാ. ആ കുട്ടി മോളുടെ പേരെന്താന്നാ പറഞ്ഞത്? ചക്രിക. കത്രികയെ നമ്മള് വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇവൻ വീട്ടിൽ കൊണ്ടാക്കും? ഞാൻ നോക്കൂല. എന്നാരും കൊണ്ടാക്കണ്ട. കുട്ടി ഒറ്റയ്ക്ക് എങ്ങും പോകുന്നില്ല. കുട്ടിയെ ഞങ്ങള് കൊണ്ടാക്കും. അതല്ല, എനിക്ക് പോണ്ടെന്ന്. പോണ്ടേ? വേണ്ട, ബന്ധുക്കളൊക്കെ വീട്ടിൽ കാണും. ആ ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കയറാൻ തോന്നൂല. എന്നാലും പോയില്ലേ പറ്റൂ. കത്രീന കത്ത് വല്ലതും എഴുതി വെച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ബ്രില്യൻറ്റ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെ കറങ്ങാൻ പോയെന്ന് പറഞ്ഞാൽ മതി. ഹാങ് ഔട്ട്. ചേട്ടാ ഇനി എന്നെ വീട്ടിൽ കേറ്റൂല. കേട്ടില്ലെങ്കിൽ പാർട്ടി ഇടപെടും. വിഷയം മുറിവും. ഈ ഇരിക്കുന്ന ചക്കര, ചക്രിക. അതെ, ചക്കരക്കുട്ടി ഇന്നു മുതൽ വത്സല ക്ലബിലെ മെമ്പറാണ്. ഈ നിൽക്കുന്ന നമ്മുടെ ക്ലബിന്റെ രക്ഷാധികാരിയും ഈ ക്ലബ്ബ് നമുക്ക് ദാനമായി നൽകിയ തൂങ്ങി നിൽക്കുന്ന വത്സല ചേച്ചിയുടെ നാമധേയത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രതിബന്ധങ്ങൾ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഈ ചക്കരയെ നമ്മൾ എല്ലാവരും ചേർന്ന് ഈ രാത്രി തന്നെ വീട്ടിലെത്തിക്കും. അഭിവാദ്യങ്ങൾ. വായും മുളന്ന് നിൽക്കാൻ നോക്കടാ.
ആ സാധനം ഈ സാധനം എടുക്കാൻ ചുമ്മാ പെണ്ണു കിട്ടാത്ത മിണ്ടാതിരുന്നോണം. വാതിലാണ് പൊളിച്ച് വണ്ടി തുടങ്ങി. പരുമരായെ പറ്റി ഒരു ചിന്തയില്ലാതെ മൂക്കുത്തിയിട്ട് ബീഡി മലിച്ചിരിക്കുകയാണ് എന്റെ രാഷ്ട്രീയ നമസ്കാരം. നമസ്കാരം. ഓ നമസ്കാരം. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഞാനേ ഇതുവഴി ഒന്ന് പോയപ്പോ മനപ്പൂർവ്വം ഇങ്ങോട്ട് കയറിയത് വെറുതെ. അല്ല, നിങ്ങളെല്ലാം കൂടി എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുകയാണോ? ഏയ് രാത്രിയായില്ലേ, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലേ. പിന്നെ വെറുതെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് ക്ലബ് ഉടച്ച് വെള്ളോട് പോകാന്ന് വിചാരിച്ച്. അത്രേ ഉള്ളൂ. നിന്റെ എറിയുണ്ടല്ല, സൂപ്പർ. അർജുനന്റെ ഉന്നാണ് നിനക്ക്. എന്റെ അയ്യോ, സഖാവിന്റെ അല്ല, പുരാണത്തിലെ കേട്ടിട്ടില്ലേ? പുരാണത്തിലെ അർജുനൻ. ആ, എറിക്ക് ഒരു കുപ്പി. മിസ്റ്റർ, ഈ നാട്ടിലെ യുവതി യുവാക്കൾക്ക് തടയില്ലാതെ ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ള ആശയത്തിന്റെ പ്രതിഫലനമാണ് ആ കല്ലേറ്. അല്ലാതെ ഇതുപോലുള്ള ലഹരി പാനീയങ്ങൾ മോഹിച്ചിട്ടല്ല. അറിയാം സഖാവേ, എനിക്കെല്ലാം അറിയാം. സഖാവ് ഒന്നിങ്ങോട്ട് നോക്കി. ഇത് കണ്ട, സഖാവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സെലക്ട് ചെയ്തു. ഒരു 2 ദിവസം എനിക്ക് തന്നാ മതി. സംഗതി റെഡിയാക്കി ഞാൻ കൈ വെള്ളയിൽ വെച്ചു. ആ അച്ഛേ, നമുക്ക് നാളെ നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇവരാരും വന്നില്ലെങ്കിൽ ഞാൻ വരാം. മതി. ഓ, അത് മതി. നമുക്ക് നാളെ കടയിലിരുന്ന് സംസാരിക്കാം. ഓ ഇതിനിപ്പോ ഇവിടെ ഇരിക്കട്ടാ. എന്തായാലും അണ്ണ ഇതുവരെ കൊണ്ടുവന്നില്ലേ? അതെ, നിങ്ങൾ ജയിക്കണം. ആ മംഗല്യ ബന്ധ് തീരണം. അതെ, അതെന്റെ ഒരു വാശിയാണ്. നിങ്ങൾക്കറിയാലോ, അവന്മാര് കാരണം എൻ്റെ അപ്പനെ വരെ എനിക്ക് രണ്ടാമത് കെട്ടിക്കേണ്ടി വന്നു. അത് പോട്ടെ, ശരിയാവും. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. അകത്തേക്ക് പോകാൻ പറ്റില്ല. എന്ത്? അകത്തൊരാളുണ്ട്. ആര്? ഒരു പെണ്ണ്. പെണ്ണാ? ഞാൻ അറിയാത്ത ഏത് പെണ്ണാണ് ഈ ഭാരതക്കുന്നിലുള്ളത്? വത്സല ചേച്ചി. ചേച്ചിക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ട് ഇറങ്ങിയത്. ഈ വെല്ലുവിളി വിജയിക്കാതെ ഇനി ഒരാൾ പോലും ഇതിനകത്തോട്ട് കയറില്ലെന്ന്. അതിപ്പോ മൂത്രം ഇല്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. എന്തായാലും വാക്കാറ്റ് തന്നെ ഇരിക്കട്ടെ. എങ്കിലേ ജയിക്കാനുള്ളൊരു വാശി കാണും. ഓക്കെ. മൂത്രം അത് നമ്മളതല്ലേ, എവിടെ വേണോ ചാലിക്കാലോ. പക്ഷെ വെല്ലുവിളി ജയിക്കണം. പിന്നെ ജയിക്കണം, തീർച്ചയായിട്ടും. പോട്ടാ. പിന്നെ ശാവം. അതാടാ, പോയി നോക്കടാ. പോയി നോക്ക്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേടാ പന്നെ, മസാല കുറവാണെന്ന്. കാള മോങ്ങണക്കെന്ന് മോങ്ങണ്. എടാ കണ്ണീര് വീട് വീടിയടയും. അത് കൊള്ളാം. നമ്മളെ കള്ളു കൊടുത്ത് കുടിച്ച് നമ്മളെ ക്ലബിൽ കയറി നമ്മളെ ഭരിക്കുന്ന. അവനൊരു ചവിട്ട്, ഇപ്പൊ എനിക്കൊരടി. 3 ഇത് വെളിയുമുണ്ടല്ലോ. അവളത് വെളിയിൽ പറയില്ല, കാരണം അവൾക്ക് അതിനുള്ള ബോധമില്ല. ചെവിക്കിരുമണി വെളിയിൽ പോയാൽ എന്റെ രാഷ്ട്രീയ ഭാവി തകരും. ഓക്കെ? ലോകമൊത്ത കറങ്ങി കയറാൻ നീയാടാ മകളാടാ, വന്ന് കയറാ. ഈ നിലയാടാ ആ പ്ലോട്ട് ഓണാക്കി. എല്ലാരും
പുറകെ ഉണ്ടായിരുന്നല്ലേ? ചെരുപ്പിന്റെ വള്ളി പൊട്ടി. അടിക്കരുത്, പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒച്ച വെക്കരുത്, നാട്ടുകാർ വരും. ഓരോരോ ഏണി കേസിൽ പിടിച്ചുകൊണ്ട് നിന്റെ തലയെ കൊണ്ട് ചാരിത്തരും കിഴങ്ങഴിച്ച ചെറുക്കൈ. ഇനി പറ്റൂലേ അർജുന? ഞാൻ നേരത്താന്ന് തോന്നി എനിക്ക് ആ പ്രാണവായു ബസ് സ്റ്റോപ്പിൽ ചെന്ന് കയറാൻ തോന്നിയത്. എന്തൊക്കെയായിരുന്നു നിന്റെ ഡയലോഗ്? ഇങ്ങോട്ട് പോടാ. ഒരു വാട്ടിനെ കാരണം അങ്ങോട്ട് പോട്ടാ. പിടിക്കല്ലേ കൈയെടുത്ത് പോടാ. കൈയല്ലേ പിന്നെ കൊടുക്കണത്? ആട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചാ കൈയെടുത്ത് പോടാ. ഇനി കൊടുക്കാൻ കൈയില്ല. നിങ്ങൾ ഇറങ്ങി ഓടിയണം. കൈ കൊടുത്തു പോകും. കണ്ടടാ, ഞാൻ എല്ലാം കണ്ടു. അയ്യവാച്ച നാട്ടിക്കരുത്. ചെറിയൊരു കൈപ്പത്തം പറ്റിപ്പോയി. എന്റെ രാഷ്ട്രീയ ഭാവി ഒന്നും പറയണ്ട. ഇനി ഇതാരും അറിയാതിരിക്കണമെങ്കിലേ എനിക്കും വേണം. എന്തായാലും പറ്റിക്കാൻ നോക്കുന്നാടാ. ഈ അയവാച്ച അറിയാതെ ഇവിടെ ഒരു പരിപാടി നടക്കും. അതറിയാം. നല്ല മുഴുത്ത പന്നിയെ ചാക്കിനകത്ത് കയറ്റിയിട്ട് കടന്നു കളയാന്ന് വിചാരിച്ച തുടഭാവം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആള് കൂടുവേ. തുടരേസല്ലേ തരാം. നിനക്ക് എന്നാ തരാം. ഇപ്പൊ നീ വീട്ടിൽ പോക്കോ, രാവിലെ തരാം. ഇപ്പൊ ഞങ്ങൾ വിട്ടോട്ടാ. ഷാളായി എന്നാ വിട്ടോ. വാക്ക് മാറാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. സഖാവ് അർജുൻ ഒറ്റ വാക്കേ ഉള്ളൂ. പന്നി എടുത്ത് വണ്ടി കേട്ടാ. ഞാനും വേണ്ട വേണ്ട വേണ്ട. പോയി വണ്ടി കയറാ. 10-60 കിലോ ആണ്. നാളെ പൊളിക്കാം. പിന്നെ പൊളിക്കാം പൊളിക്കാം. പതുക്കെ 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 നോക്കി നോക്കി പതുക്കെ പതുക്കെ. വെല്ലുവിളി വേറെ, പന്നി വേറെ. എനിക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിന്റെ കല്യാണം നടന്നു തന്നെ. ഈ ലൈറ്റ് ഒന്നും ഉണയൂലേടാ. എന്തിന്? അങ്ങനെയെങ്കിലും നിന്റെ മോന്ത കാണാതെ 7 ദിവസത്തിലേക്ക് പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്താടാ യാതവനടാ അത് നടുറോട്ടി കുനിഞ്ഞെന്ന് വാള് വെക്കണ. അത് വാള് വയ്ക്കുകയല്ല, ആ പുളകി തന്നെയാണ്. അടുത്ത ഏണി. ആഹാ, ക്ലബ്ബ് മൊത്തം ഉണ്ടല്ലോ രാത്രി. ഓ, മുങ്ങുള്ള പരിപാടിയാണല്ലേ? മുങ്ങാനാ? എടാ, എന്നെയും നിന്നെയും പോലുള്ള അവിവാഹിത സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ ചില മാറാലകൾ തച്ചുറക്കേണ്ടി വരും. അല്ലാതെ മുങ്ങാൻ ഞങ്ങൾ ഭീരുകളല്ല. ഏറ്റായിട്ട് എന്താടാ ഇത് പെയിന്റ് ബ്രഷൊക്കെ ആയിട്ട്? അണ്ണാ വരെ വരെ. ഓ, വാമദേവൻ കോൺട്രാക്ടിന്റെ കൊട്ടേഷൻ നിങ്ങൾ ബോർഡ് കണ്ടില്ലേ? ആ കണ്ടു കണ്ടു കണ്ടു. നേരെ വിളിക്കുന്നതിന് ഈ വര മൊത്തം ഇട്ട് തീർക്കണം. തന്നല്ലേ അണ്ണാ? ചാക്ക് കിട്ട്. ചാക്കിൽ എന്തരണ്ണ എടാ, കുറെ വാഴയും വാഴക്കെന്നും. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വാഴയായിട്ട് ബന്ധപ്പെട്ട് കിടക്കില്ല. അപ്പൊ ഇത് കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ പോട്ടാ. അണ്ണാ, ഇതിലേ പോകാൻ പറ്റൂല. ഞാൻ വരയിട്ടോണ്ടിരിക്കുകയാണ്. ഈ 2 വരയിലേ ഇട്ടുള്ളൂ. സൈഡ് വരൊക്കെ പോവാ നമ്മള്. 2 വരെ. അണ്ണാ അങ്ങോട്ട് നോക്കിയാണ്. കണ്ടാ? ഇത് എവിടെ നിന്നാ ഇത്രയും പെണ്ണുങ്ങള്?
നിങ്ങൾ ഈ പുളകത്തിനെ പറ്റി എന്തൊരു വിചാരിച്ച് എന്താ ആറ്റുക പൊങ്കാലി? പൊങ്കാലയൊന്നുമല്ല. ആ മെഷീനൊക്കെ വില കൂടുതലല്ലേ, അതുകൊണ്ട് കുടുംബശ്രീയിലെ ചേച്ചിമാരെ എല്ലാം പുളകിതങ്ങി ഇറക്കി. വണ്ടിയുടെ ഭാരതക്കുണ്ട് പെണ്ണുങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ 4 നാറാണക്കല്ല് പറയും. ഇപ്പോട്ട് വണ്ടി നീ വരച്ചോ? സഖാവേ ഇനിയിപ്പോ എന്തിരിക്കും? ആ പുളകിത മരയിട്ട് കഴിയുമ്പോഴത്തേക്ക് നേരം വിളിക്കും. വേറെ വഴിയില്ലല്ലടാ. ഇനിയിപ്പോ ഇതുവഴി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെ തലേ ചുവന്നുകൊണ്ട് നടക്കണോ? നമുക്ക് ഈ ചാക്ക് ഇവിടെ ഇങ്ങനെ തള്ളിയിട്ട് പോവാണ്ണ. നീ വാ ഓർക്കരുത്. നിനക്ക് മതിയായില്ലടാ ഇതുവരെ. പ്ലാൻ ഞാൻ പറയാം. നമുക്ക് എവിടെയും കൊണ്ട് നേരെ ക്ലബിലോട്ട് പോവാം. വീണ്ടും ക്ലബിലോട്ട് പോകാനോ? പിന്നെ അല്ല എവിടെ പോവാൻ? എന്നിട്ട് നാളെ രാവിലെ ഭാരതക്കുന്ന് കണ്ണുറക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെയും കൊണ്ട് സ്ഥലം വിടണം. ചവിട്ട് ഇത് പിടിക്കടാ. ഓ പിന്നെ സാറിനൊന്നും ബാധകമല്ലല്ലോ. വേഗം പിടിക്കടാ. ബഹളമാക്കിയാടാ. പതുക്കെ ഇറക്ക്. ചാക്കിൽ എന്തോന്ന്? വേണൂനുള്ള പെണ്ണായിരിക്കും. ഇത് ദൃശ്യം 3-ലെ വരുണിന്റെ ബോഡിയടാ. ജിത്തു ജോസഫിനെ പറ്റിക്കാൻ വേണ്ടി എടുത്തോണ്ട് ചിത്തുവാ? അതാരണ? അത് അവിടെ നിന്നും പോയി. ഇല്ലടേ, വത്സല ക്ലബിന്റെ പുനരുദ്ധാരത്തിനുള്ള സാധനങ്ങൾ ഞങ്ങളെടുത്ത് വെച്ചാരാണ്. ബാക്കി പിടിക്കരുത്. അല്ല ചാക്കി പിടിക്കരുത്. ഈ രാജേഷും വിജിലേഷും എടുക്കാത്ത ചാക്ക. ഇത്രേ ഉള്ളു. കൊലക്കുറ്റം കൂടാ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തു. ഹണിമൂൺ ഇതുവരെ തീർന്നില്ലേ? ഇന്നലെ രാത്രി നിന്നത്തെ ഞാൻ പറഞ്ഞാണ് കാലത്തെ പോണോന്ന്. അവിടെ പോയി വിളിയടാ. ചന്ദ്രയെ പോയി വിളിച്ചോണ്ടേ. അയ്യോ കിടന്ന് ഉറങ്ങയാണ് കിഴ കണക്ക്. ഇവിടെ പോയിട്ട് വാ, സമയം പോയി. മറ്റോമാരോടെ പോയി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു തീർന്നില്ലടാ. കഴുകി കുളിപ്പിച്ച മാലയിട്ട് കല്യാണത്തിന് പോവല്ലോ. ചത്ത കിടന്നാലുവേ ചമഞ്ഞ് കിടക്കണമെന്നാണ് കേട്ടാ. ഉള്ള ഏണി മൊത്തം പിടിച്ച് തലയെ കൊണ്ടുവച്ചിട്ട് ഇനി പഴഞ്ചൊല്ലും കൂടെ പറഞ്ഞോണ്ടാ. എടാ കുറേ ചേട്ട് ഒരേടാ അത് വെളുക്കൂടാ. അവളെ കാണുന്നില്ല. ഓ എടാ ചക്രിയെ കാണുന്നില്ലെന്ന്. എടാ പെണ്ണിനെ കാണുന്നില്ലെന്ന്. സോറി. അവിടെയാണോ ഉണ്ടാ? അകത്തെവിടെ? അകത്താരുമില്ല. കിണറ്റിലെങ്ങാനും നോക്കണേ. കിണറ്റിലാളെ വെള്ളമില്ല. പുല്ല് വക്രതേ. വായിക്കൊള്ളാത്ത പേരും. വക്രതേ പെണ്ണത് എവിടെ പോയി കിടക്കണം? എടേ, ഇവിടെങ്ങും ഇല്ലടേ ആ ജാക്കിച്ചാന്റെ പെങ്ങള്. ഇവിടെ എല്ലാം നോക്കി അവളുടെ പൊട്ടി പോലും കാണാനില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സഹാവേ? എവിടെയെങ്കിലും പോയി തപ്പി എറാ. അവള് വള്ളി പൊട്ടിയ കേസാണത്. അത് സത്യമുള്ള. നീ മിണ്ടി പോരുത്. നീ ഒറ്റ കാരണമാണ് നാട്ടുകാരിറങ്ങാൻ എന്റെ രാഷ്ട്രീയ ഭാവി. അയ്യോ ഒന്നാമതേ രണ്ടും കൊണ്ടുപോക്കിയായിട്ടൊരു വഴിയായിരിക്കും. ദൈവമേ. എന്റെ മൂക്കുത്തി, ഇതിനൊരു സമയവും കാലം ഇല്ലടാ. ഇവിടെ മനുഷ്യ ഉയരരിഞ്ഞ് ചാവാറായി. അവന് ഏത് നേരവും വിഷയം വേണം. ഇങ്ങനെ ഒരു ചെറുക്കൈ. അങ്ങനെ വലിയ വിശകലനമൊന്നും വേണ്ട. തകർക്കപ്പെട്ട നെണ്ണിന്റെ കാര്യത്തിൽ അരവിന്ദ ഉത്തരം പറയണം. അതിനുള്ള ഉത്തരമാണ് ഈ വെല്ലുവിളി. അതാണ്. അതിന് നമ്മൾ അവരെ വെല്ലുവിളി അപ്പോഴേ ഏറ്റെടുത്തില്ലേ? ആഹാ, എന്ത് പെട്ടെന്ന് കഴിഞ്ഞു. ഈ മംഗല്യബന്ധ് വ്രണപ്പെടുത്തിയതേ വേണു കൂട്ടരുമാണ്. ഈ വേണു അരവിന്ദന്റെ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്കുണ്ടായവനെ തള്ളി പറയാനല്ല ഞാൻ അവിടെ വന്നത്. പക്ഷേ മംഗല്യബന്ധന്റെ ജീവവായുവാണ്, എന്റെ കുടുംബാണ്, എന്നെ ഞാനാക്കിയ പ്രസ്ഥാനാണ്. അതിനെതിരെ ശബ്ദം ഉയർത്തിയാൽ എന്റെ മകനെന്നല്ല മറ്റാരായാലും ഞാനത് അംഗീകരിക്കില്ല. ഇന്നലത്തെ പ്രസംഗത്തിന്റെ ബാക്കി ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കണ്ട. ഞാൻ എന്റെ വിഷമമാണ് ഇവിടെ പറഞ്ഞത്, അല്ലാണ്ട് പ്രസംഗിച്ചതല്ല. അതെങ്ങനെയാ ഒരിക്കൽ പോലും പുരസ്കൃതനായി പ്രസംഗിക്കാൻ കഴിയാത്ത പ്രധാനികൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതെ, ഇങ്ങനെ ചേരി തിരിഞ്ഞ് തർക്കിക്കാനല്ല ഇപ്പൊ ശ്രമിക്കേണ്ടത്.
ഈ പ്രശ്നത്തിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം? അതാണ് ആലോചിക്കുന്നത്. അതാണ് അതാലോചിക്കാനൊന്നുമില്ല മെമ്പറേ. ഈ നാട്ടിലൊരു പെണ്ണിന്റെ കഴുത്തിൽ അവന്റെ താലി കയറൂല, ഞാൻ കയറ്റൂല. ഇത് അരവിന്ദന്റെ വാക്ക്. അതെ, വേണുവിനെ ഞങ്ങൾ കെട്ടിക്കില്ല. ആ അമ്മച്ചിനെ ചോദിക്കണം. ഏ അമ്മച്ചി, एक लड़की को देखा? नहीं नहीं इधर അല്ലെങ്കിൽ ഉദർ नहीं। ले ഓ ഇതുവഴി പോടാ. ഓ കേറ്റിക്കോ. നല്ല മൂത്ത് തന്നെ കേറ്റിക്കോ. വിഷമം കാണും. മൂത്തതോ മുറ്റിയതോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് കഷ്ടമൊന്നുമില്ലല്ലോ. പോവേ. എടാ നീ എന്തിനാടാ നിണ്ടെറിഞ്ഞു പൊട്ടിച്ചേ? ഡാ, ഈ നാടിന്റെ വിശ്വാസം തകർത്തിട്ട് ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചാറാടാ നമ്മളൊക്കെ. ആ അതാണ് ആവശ്യമില്ലാത്ത ദണ്ടൊക്കെ പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിച്ചില്ലെങ്കിലേ ആവശ്യമുള്ള ദണ്ടൊക്കെ ഇരുന്ന് ക്ലാവ് പിടിക്കും. സുനിയണ്ണ, ഈ കണ്ടുപരിചയമില്ലാത്ത ഏതെങ്കിലും സ്ത്രീ രൂപം ഇതുവഴി പോകുന്ന കണ്ടായിരുന്നു? ആ കണ്ടായിരുന്നു. കാണാറുണ്ട് പറമ്പിലേ. അധികാരം കാണാത്ത സാരി ചുറ്റൊരു കോലുണ്ടെന്ന് പറ സുനി. ചിലവർക്കൊക്കെ ഉപകാരപ്പെടും. അത് പോട്ടെ, ഇതുവഴി പരിചയമില്ലാത്തൊരു പെൺകുട്ടി നടന്നു പോകുന്ന എങ്ങാനും കണ്ടായിരുന്നോ? ആരാടേ? ആ വേണുവിന്റെ പെണ്ണാണോ? വേണുവിന്റെ ഈ ബാഗ് ഇവിടെ വെച്ചിട്ട് എവിടെ തേടാ പോയി? അവളെ ഇനി ആരെല്ലാം തട്ടിക്കൊണ്ടുപോയി കാണുമോ? അയ്യോ, അവളാരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലേ ഉള്ളൂ. നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? ഒരു സ്വയംവര പുഷ്പാഞ്ജലി അങ്ങ് പിടിച്ചോ. 33 കോടി ദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ണു തുറന്നാ ചിലപ്പം കാര്യം നടന്നേക്കും. കണ്ണ് ഞങ്ങൾ തുറപ്പിച്ചോളാം. നിന്റെ കണ്ണടക്കണ്ടെങ്കിൽ സ്ഥലം വിട്ടോ. അടിയടാ അടിയടാ. അയ്യോ, എന്റെ വാറ്റ്. നിന്നടഞ്ഞപ്പോണ്ട് കേടുകൊണ്ട് പോടാ. നീയൊക്കെ 6 ദിവസം കൂടെ തരല്ലേ പൊളയ്ക്കും. അത് നിന്നൊക്കെ കെട്ടിയേട്ടി പറപ്പിക്കും. 6 ദിവസം കഴിയുമ്പോൾ കാണാം ആര് കെട്ടിട്ട് പോകും. കാണാം, കാണിച്ചു തരാം. നീ അവന്റെ കൈയുണ്ട ഒരിടം വിട്ട് തന്ന ഇക്കിളൊട്ടി ചത്തു. ഓരോ വള്ളിയും പിടിച്ചോണ്ട് വരും നേരം വിളിക്കുമ്പോ. അവനെ കണ്ട് പറ്റുന്ന പരിപാടി ചെയ്ത പറയാതെങ്ങോ പോയില്ലേ നീ, മിണ്ടാതെങ്ങോ മാറില്ലേ നീ. തമ്പുരാട്ടിയുടെ വരവും കണ്ട് വെള്ളറിക്കൊണ്ടിരിക്കാൻ പോയി പിടിച്ചോടാ. പോടാ, ഞാൻ തരൂലോ. ഇത് എനിക്കും അമ്മയ്ക്കും ഉള്ളതാ. തൊത്തല്ല തരൂല്ലോ. ഇയാളെന്തിനാ ഓടുന്നത്? അയാൾ എന്തിനെങ്കിലും ഓടട്ട്. പോയി പിടിച്ചോണ്ടോടാ ആരും കാണുന്നതിന് മുമ്പ്. മനുഷ്യന്റെ ഉയരിയിരിക്കെ എന്റെ പൊന്നോടപ്പുറന്നോളെ അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മളെ അടുത്ത് പറഞ്ഞാൽ പോരെ, നമ്മൾ ഉണ്ടാക്കൂലായിരുന്നു. നിങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ നല്ല ഫിറ്റ് ആയിരുന്നല്ലേ? ഫിറ്റ് മാത്രമല്ല, നല്ല വൈറ്റ് ആയിരുന്നു. വിളിച്ചോണ്ട് വേടാ. ആരും കാണുമ്പോ വിളിച്ചോണ്ട് പോടാ. ഒന്ന് വരൂ. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കയറിയാണ്? പൂജാരി കണ്ടാണോ സാർ? പൂജാരിയുടെ തേങ്ങ എല്ലാ വള്ളി എന്റെ തലയിലാണല്ലോ പോവാന്. ഇത് അച്ഛനും മോനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവന്മാരെ കൊടുവ് അടിച്ച് പിടിച്ച് ഒരുത്തനെയും വെറുതെ വിടാൻ പോളേ. അണ്ണാ, ബാഹുവിന്റെ ആട്ടോയിലെ വേണു ഒരു പെണ്ണിനെ കൊണ്ടുപോണ കണ്ട്. വേണോ? ഓ, ഏത് പെണ്ണ്? പെണ്ണേന്ന് മനസ്സിലായില്ല. കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ഇറങ്ങി തൊഴുത്തേക്കാണ് അവർ പോയത്. ഓഹോ, അതാണോ അവന്മാരെ കണ്ട് പരിങ്ങിയത്? സാബു, നിനക്ക് ആള് തെറ്റിയിട്ടൊന്നുമില്ല. എന്റെ പൊന്നു മെമ്പറെ, ഞാൻ രാവിലെ ചെത്തിയ കള്ളാണ് സത്യം. ഞാൻ കണ്ടതാണ്. ആ വത്സലയിലെ പിള്ളേരെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായില്ലെന്ന് നീയല്ലേ പറഞ്ഞു? അതിപ്പോ ഈ നാട്ടിലെ എല്ലാ പെമ്പിള്ളേരെയും അവൻ അറിയണമെന്നുണ്ടോ? ശരി. വേണം ഒരു പെണ്ണിനെ കൊണ്ട് പോയെന്ന് ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ നിനക്കവളെ പരിചയമില്ല. രൂപമെങ്കിലും അറിഞ്ഞൂടെ? രൂപം ഏറെക്കുറെ എന്റെ കണ്ണിലുണ്ട്. മതി, ബാക്കി നമുക്ക് ഒപ്പിക്കാം.
അതിനല്ലേ ആർട്ടിസ്റ്റ് പുളകിതൻ. നല്ല ടെൻഷൻ ഉണ്ട്. എന്തള്ളിയ ഇനി അവന്മാരാ വെല്ലുവിളി അങ്ങനെ വിജയിക്കുന്നേ. ആണയ്ക്കാണയുടെ വളിപ്പറയില്ലല്ലോ. എന്റെ അളിയണോ അതേ അവസ്ഥയാ. 2 കൊല്ലം ഭാരതക്കുന്നിൽ റീച്ച പോലും അറിയാതെ സ്വന്തം മോൻ കൊണ്ടുവരുന്ന പ്രേമം താളിയോഗത്തിന് മുന്നേ പൊട്ടിച്ചെറിഞ്ഞിട്ടല്ലേ ഈ ഗുണ്ട അരവിന്ദൻ ഇക്കൊള്ളവും ദണ്ടടിച്ചെടുത്തത്. നീ പറയണതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാവരും കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് ശരിയാ. ആഹാ, അളിയനും കൂടെ എങ്ങോട്ട്? അല്ല, വിഷയം അറിഞ്ഞിട്ടുള്ള നടത്തമാണെന്ന് തോന്നണില്ല. അങ്ങനെയാണേൽ ഓട്ടം ആയിരിക്കുമല്ലോ, ഓട്ടം. എന്താടാ നിന്റെ തന്തയ്ക്ക് 3 കെട്ട് തെറ്റയാ? തന്ത മക്കൾക്ക് കല്യാണം ആലോചിച്ച് കൊടുക്കുന്നതും മക്കള് തന്തയ്ക്ക് കല്യാണം ആലോചിച്ച് കൊടുക്കുന്നതെല്ലാം നാട്ടു നടപ്പ് കൊണ്ട്. പക്ഷേ മോന്റെ കല്യാണം മുടക്കണ തന്തയും തന്തയെ വെല്ലുവിളിച്ച മോൻ പിറ്റേന്ന് തന്നെ ഏതോ ഒരു പെണ്ണിനെ ആട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയതും ഭാരതക്കുന്ന് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും മോനെ. ആരെ കൊണ്ടുപോയിന്നടാ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യം പറയണം. പിടിവിട് തെളിയിക്കാം. ഗുണ്ട അരവിന്ദന്റെ മോൻ ചൊവ്വ വേണു ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി എന്നാണ് കരക്കമ്പി. പിന്നെ അത് കേട്ടപ്പോ തന്നെ എനിക്കങ്ങ് പിടിച്ചു കേട്ടാ. ഇനി പെണ്ണ് ഏത് ദിക്കിന്നാണെന്ന് മാത്രമേ അറിയാനുള്ളൂ കേട്ടാ. മോനെ അരവിന്ദ, നീ നോക്കിക്കോ, നിന്റെ ആസ്ഥാനം പൊട്ടി സീല് വെക്കോ അവന്മാര്, വത്സലാര പിള്ളേര്. അപ്പൊ വരട്ടാ. എന്താ നിർത്തിയത്? ആലും കയറാണ്ടോ? എണ്ണ തീർന്നെന്നാണ് തോന്നണ എണ്ണ. ഇതേണക്കൊരു എരണം കെട്ട വണ്ടി നിന്റെ എന്തെങ്കിലും നിറച്ചോണ്ട് വന്നോടേ നിനക്ക്. എടാ എണ്ണ വാങ്ങിക്കാനുള്ള പൈസക്കാണ് ഇന്നലെ കുപ്പിയെടുത്ത് എല്ലാം കൂടെ കൂച്ചത്. നീ പ്രസംഗം മതിയൊക്കെ അവിടെ പോയി ഡീസൽ അടിച്ചോണ്ടോ? പോട്ടോ പോട്ടോ. അങ്ങനത്തെ ചൂടുണ്ടോ വരും ഇറങ്ങ്. ചേട്ടാ തന്നെ ഡീസൽ അടിക്കണം. പോടാ. കുപ്പി എടുക്കണ്ട കുപ്പി മുഖം കറക്റ്റ് ആയിട്ട് അറിയാമോ? പിന്നെ എന്തിന്റെ നിന്നെ കൊണ്ടുവന്ന? അല്ല അതല്ല, ഞാൻ പിന്നെ ഏറെക്കുറെ അറിയാം. അത് മതി മതി, അത് മതി. ബാക്കിയൊക്കെ ഏവൻ നോക്കിക്കോളും. ചുവദോഷം ഉണ്ടോന്ന് എന്താ അങ്ങനെ വെച്ച്? അതുകൊണ്ടാണ് ചേട്ടാ കല്യാണം നടക്കാത്തത്. എങ്ങനെ കല്യാണം? പമ്പിൽ വെച്ച് അവരെ കണ്ടോണ്ടേ പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ്റി. അതേതായാലും നന്നായിടാ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോരുത്തർ സഹായിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങളുടെ സഹായം കുറച്ച് കൂടുന്നുണ്ട്. ഈ രാജേഷും വിജലേഷും ഉള്ളപ്പോ ആരും പെരുവഴി കിടക്കൂലോ. അത് ശരിയാ. നന്ദിയുണ്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ഇറങ്ങടാ, ജ്യൂസ് കുടിച്ചിട്ട് ആരാണ് ഇപ്പം കൊച്ചി? അറിയില്ല. കണ്ടറിയില്ലേ? ഏതോ തമിഴത്തിയാ. അല്ല, കൂടെ നിന്നിട്ട് അറിഞ്ഞുകൂടന്നാ എന്തോ ഉടായിപ്പ് ഉണ്ടല്ലണ്ണ. എടാ, ഒരു നട്ടുച്ചയ്ക്ക് കൊട്ട വെയിലത്ത് ഒരു നിരാലംബയായ വളർത്തുദോഷമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് സഖാവെ ഒരു ജ്യൂസ് മേടിച്ചിരുന്നു ചോദിച്ചപ്പം ഈ തമിഴ് സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു തണ്ണിമത്തം ജ്യൂസ് മേടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. കമ്മ്യൂണിസം. അത് നിനക്ക് മനസ്സിലായില്ലേ? മക്കളെ വയറ് നിറച്ച് ജ്യൂസ് അടിച്ചു കുടിയാട്ടാ. ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ മരുന്ന് നോക്കിക്കോളും. ശരി വീണ്ടും ശരി. തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ട് പോയാ. തണ്ണിമത്തൻ ജ്യൂസ് മാത്രം. ഇതെന്തെങ്കിലും നടപടിയാവോ? അല്ല ഏട്ടാ, ഒരു സ്കെയിലൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ മെഷർമെന്റ് കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെ രസമാക്കായിരുന്നു വരയ്ക്കണത്. ആർട്ടിസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല അരവിന്ദ. വരെ കറക്റ്റ് ആവണം. അതിനുള്ള പണി അവൻ ചെയ്തോളൂ. പണി മര്യാദയ്ക്ക് എടുക്കാനല്ലേ പറഞ്ഞോളൂ. മതി ഉളകത്തിന്റെ പണി അവ എടുത്തോളൂ. എല്ലാവരും അകത്തിരി. വരപ്പെല്ലാം കഴിയുമ്പോഴേ ഇങ്ങ് വിളിക്കാം. ശരിയാവൂലേ? ശരിയാക്കാം. സഖാവേ, എന്താടാ? 9 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും. അവിടെ നോക്കട്ടെ. ഇത് പോരാ. അയ്യേ, ഇതിന്റെ ശരി കൊള്ളൂല. ചേട്ടന് മാച്ച് അല്ല ഏട്ടാ. മാച്ച് കട്ട് ചെയ്ത് പിടിക്കാൻ ടൈം ഒട്ടും ഇല്ല. ഓൺലി 6 days. അല്ല, എന്ന് വിചാരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തെ എടുത്തിന്റെ തലയിലൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ. ആ കുട്ടി നോക്ക്. ആരാ നോക്കിയാലും
ആ നോക്കണ പെണ്ണിനും കൂടെ തോന്നണ്ടേ യവനെ വേണോന്ന്. വേണ്ടാന്നൊക്കെ എന്താടാ എനിക്കൊരു കുറവ്? അരവിന്ദന്റെ ചെറിയ കുണ്ടെന്നുള്ളൊരു കുറവേ ഉള്ളൂ. ചേട്ടാ ചേട്ടാ സൂപ്പറാണ് കേട്ടോ. ബെനത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കെട്ടിയായിരുന്നു. ആരാളൊരു പെണ്ണാണ് ആലിൻ്റെല പോലാണ്, കാണാനതു ചേലാണ് നേരാണെന്നേ. നീളൻ മിഴിയാളാണ് നൂലൻ മുടിവാലാണ്, വേറേതോ നാടിൻ്റെ വിളവാണെന്നേ. മൂവാണ്ടൻ മൂക്കാണ് ശരിയാ ശരിയാ, ഉറുമാങ്ങ നിറമാണ് ശരിയാ ശരിയാ. ചെന്തെങ്ങിന് കൊതിയാവും ചേമന്തി ചുണ്ടാണ്, തേനുള്ള വരിക്കത്തുണ്ടം പോലാണെന്നേ. ചെറുമണിയറയുന്ന നടയതു കണ്ടാൽ കിളിപ്പാറിടുമേ, നടവഴിയുടെ വഴി കുളിരത് കൊണ്ടേ സുഖമായിടുമേ. ഒരുമാതിരിയോളത്തിൽ കുഴയുന്നൊരു കോലത്തിൽ, ആരായാൽ എന്താണോ കഥ പോക്കാണ്. നാടച്ചിരി വന്നാലേ നൂലിട്ട് വലിക്കുമ്പോൾ, നാടാകെ കൂടെ പോകും പിടിയേ പിടിയേ. ഇവിടില്ല അവിടില്ല എവിടെയും അവളില്ല, എവിടെയെന്നറിയില്ല എവളെന്നും അറിയില്ല. 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 അറിയില്ല. സഹാവേ എന്താ ഒരാളും കൂട്ടമൊക്കെ? ഒരു പെങ്കൊച്ചൊളിച്ചോടി പോയ വീടല്ലേടാ, പിന്നെ ആളെ വിടൂലേ? അതിന് വന്നലൊക്കെ ഇടുവോ? ഇനി ആരെങ്കിലും ചത്തുപോയാ? അയ്യോ തന്ത എന്റെ നാക്ക് കരുനാക്കെടുത്ത് വളയ്ക്കാതാണ് കേട്ടോനെ. ചക്രു നല്ല സൂപ്പർ കുടുംബം. കൂടുതൽ ചോദിക്കല്ലേ മണിയാ, 75 പേർക്കുള്ള ലോഡ് ഇപ്പം കയറ്റി വിട്ടതേ ഉള്ളൂ. പിന്നെ വെച്ച ഫുഡ് അത് വേസ്റ്റ് ആവണത് ഈ ഉദയനെ പിടിക്കില്ല. നീ ഒരു വണ്ടി ഇങ്ങോട്ട് വിട്. നല്ല അസല് കല്യാണ സദ്യ എന്നെ ബോർഡ് തൂക്കിക്കോ. ആശാനെ ഞാൻ പെണ്ണു വന്ന ആശാനെ. മണിയാ ബോർഡ് തൂക്കല്ലേ, ബോർഡ് തൂക്കല്ലേ. രാഹുല മാറി അങ്ങോട്ട്. എവിടെയായിരുന്നടി മൂദേവി നീ? അപ്പൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നാണോ? ഒരു കൂസലൂല്ലാതെ നിൽക്കുന്ന നോക്കിയവള്. സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹാക്കളോട് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഈ കുട്ടി ഈശ്വര, ഇന്ന് ഇവിടെ കല്യാണം വരുന്നു. നിന്റെ കല്യാണം വരുന്നു.
തേച്ചൊട്ടിച്ചാണ് അങ്ങോട്ട് ഒട്ടിക്കല്ലേ? നേരെ ഒട്ടിരി. ഹലോ, ആ പറ അരവിന്ദേട്ടാ. ഹലോ, ഒട്ടിച്ച കറക്റ്റ് ആണെന്ന് നോക്കിയാണ്. ആ ശരി ശരി പറ. വാമദേവന്റെ മോളടാ. നിന്റെ കൊണ്ടുവരും എന്നാലും ആ രാഹുലിന്റെ ഒരടി. അവന്റെ മുറപ്പെണ്ണിനെയല്ലേ ആ ചെക്കൻ അടിച്ചോണ്ട് പോയത്. അവന് വിഷമം ഉണ്ടാവില്ലേ? പിന്നെ വിഷമം. ആ അമ്പിളിയുടെ കട്ടിലിനടിയിൽ നിന്നും പൊക്കിയതല്ലേ അവനെ. അവൻ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ? അമ്മച്ചി അപ്പൊ കെട്ട് കിടക്കൂ. അടി ഇങ്ങനെ ഉണ്ടായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. ചക്രു, എന്തൊക്കെ അടി നടക്കണത്? ഈ മോന്മാരൊക്കെ ആരാണ്? ഈ തങ്കപ്പെട്ട മനുഷ്യൻ. അണ്ണ അണ്ണ കണ്ടോ കണ്ടോടി, നീ കാരണം പാതി ഉയരം കളഞ്ഞിട്ടിരിക്കുക. ബാക്കി ഒരു തൊള്ള അങ്ങോട്ട് എടുക്കുന്ന തോന്നുന്നു. പാവം. അയ്യോ മാമി, അങ്ങനെ മാനമൊന്നും പോയിട്ടില്ല. നമ്മൾ അത്രക്കാരൊന്നും അല്ല. മാമിയാ? ആരുടെ നിന്റെ മാമി? നീയൊക്കെ ഏതാടാ? നമ്മൾ വത്സലയുടെ പിള്ളേരാ. എന്നിട്ട് വത്സലയുടെ വത്സലയുടെ കുഞ്ഞമ്മ മോളെ, യവന്മാരൊക്കെ ആരാ പറ. മോളെ, മോളുടെ അർജുനേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. അച്ഛാ, അല്ല ഈ കുട്ടിയുടെ അച്ഛാ ഇപ്പൊ കറക്റ്റ്. ഞാൻ സഖാവ് അർജുൻ. ഉടൻ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആകും. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വത്സല ക്ലബിലെ അംഗങ്ങളാണ് ഞങ്ങൾ. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നിങ്ങളുടെ മകളെ നമ്മുടെ ക്ലബിന്റെ വളരെ ഉത്തരവാദിത്തമുള്ള സഖാവ് ബാഹുലയെ സമൂഹത്തിന്റെ കരാളഹസ്തങ്ങൾ പിച്ചി ചീന്തുന്നതിന് മുമ്പ് സംരക്ഷിച്ച് ഞങ്ങളുടെ ക്ലബിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ നിമിഷം മുതൽ ഈ കുട്ടിക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും സഹവർത്തിത്വവും ഞങ്ങൾ ഒരുക്കിയിരുന്നു അച്ഛാ. ആണോ? ദേവി. അച്ഛാ, ബട്ടൺസിന്റെ നൂല് വെളിയിൽ കിടക്കണം. സഖാവേ, ഓ മറ്റേ ബീഫ് വെള്ളത്തിൽ കൊടുത്തില്ലേ? അത് പറയാത്തെന്ത്? ബീഫാ? ഓ, നല്ല കിളുന്ത് ബീഫായിരുന്നു. എന്റെ നന്ദികേശാ കടവുളേ. ദൈവകോപം കിട്ടാൻ വേറെ എന്താടാ വേണ്ടേ? എന്നിട്ട് നീ അത് തിന്നോടി. ഈ കുട്ടിക്ക് ഈ ശീലമൊക്കെ എവിടെന്നാ കിട്ടിയേ? അമരനായിരിക്കും, സംസ്കാരമില്ലാത്തവന്മാർ. നീ എന്തിനും ബീഫിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തേ? ഞാൻ അവള് ബീഫ് കഴിച്ച കാര്യമല്ലേ പറഞ്ഞോളൂ. അവള് നല്ല വെള്ളം അടിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. മോനിത് ആരോടും പറയല്ലേ. അപ്പ ചേച്ചി വെള്ളം അടിച്ചല്ലേ? മാറി കേട്ടോ. വേണം. നിന്നെ ഏത് നേരത്തടാ? സെയിം ഓൾഡ് ക്രിഞ്ച് ഡ്രാമ. ആ അരവിന്ദ, എല്ലാരും ഉണ്ടല്ലോ. എന്താണ് പതിവില്ലാതെ? പതിവില്ലാത്തൊക്കെ സംഭവിക്കുമ്പോ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? വാസ്തവം ഇന്നലത്തെ പരിപാടി പിള്ളേർ തകർന്നാണല്ലോ കേട്ടത്. ആർട്ടിസ്റ്റ് പുളകിതൻ, എന്തോ ആഫീസർമാരെ ഒന്ന് നോക്കുമ്പോ റോഡിലെ വരയായിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ. നിങ്ങളുടെ വരേരും കുറിയും കണക്കറിയാനല്ല ഞങ്ങൾ വന്നത്. പിന്നെന്തിനാണാവോ? നിങ്ങളെ മോള് UK വന്നെന്ന് അറിഞ്ഞല്ല.
അതിന് ഷേ അമ്മ പേടിക്കാതെ ഞാൻ ഇപ്പോൾ ഉണർത്തി തരാം. അയ്യോ ഡോക്ടറെ പതിയെ ഉണർത്തിയാൽ മതി. കേട്ടാ ഇതൊന്ന് പതിയെ കയറ്റാൻ പറ്റുമോ? ഓ പിന്നെ പാവം. അപ്പാ ഓ ആ മതി. അയ്യോ ഓ ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാനായിട്ട് എന്നെ പറഞ്ഞു തീർത്തോളാം കേട്ടോ. സഖാവേ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായി. എന്നെ കൊണ്ട് പറ്റൂല. സഖാവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവ ഇനി വാറക്കല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല തടിവടി പോലും എന്നാ പെണ്ണുമ്പുള്ളിയെ തള്ളി തറയിട്ട് നിൽക്കണണ്ട ആറാം കുറ്റി കണക്ക്. അർജുനൻ സഖാവേ, എൻ്റെ പേര് ഞാൻ ഇവിടെ അർജുൻ എന്നാണ് പറഞ്ഞേക്കണം. അതെ കമോൺ അർജുൻ, കമോൺ കമോൺ. കൊണ്ടേ പോവും. സഖാവേ സഖാവേ, അച്ഛാ അച്ഛനെ തന്നെ. അതായത് ഇപ്പോൾ ഇവിടെ നടന്നത് ഒരു ആശയവിനിമയ ധ്രുവീകരണമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞതിലുള്ള തെറ്റാണ് വെള്ളം അടിച്ചു എന്ന് കേട്ടത്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടേയില്ല. പിന്നെ ബീഫ് ഉണ്ടാക്കി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. പക്ഷെ അത് കഴിച്ചത് ഞങ്ങളാണ്. ആ കുട്ടി അണ്ടിപ്പരിപ്പ് ഏലക്കയിട്ട നല്ല വെജിറ്റബിൾ കുറുമയാണ് കഴിച്ചത്. ആ കുട്ടി കുറുമ, ഞങ്ങൾ ബീഫ്. ഞങ്ങൾ ബീഫ്, ആ കുട്ടി കുറുമ. അതെ അച്ഛാ, അത് ഈ പോത്ത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. അതാണ് അച്ഛ ഉണ്ടായത്. അതെ അച്ഛാ. ശരി, ബീഫ് കഴിച്ചില്ല പോട്ടെ. പക്ഷേ ഇന്നലെ രാത്രി ചക്രു നിങ്ങൾ 5 ആണുങ്ങളോട് ഒറ്റയ്ക്കല്ലായിരുന്നു. അയ്യേ അച്ഛ സഖാവേ, ഇയാളൊക്കെ അച്ഛ സഖാവിന്റെ ബന്ധുക്കളാണ്. അകന്ന ബന്ധുവാണ്. അതാണ് ഇങ്ങനെ മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ അത്രക്കാരല്ല. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയോ അതുപോലെ യാതൊരു കേടും കൂടാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്കും ഒന്ന് ലവനും ഇപ്പതോ യവനും. അല്ലാതെ ഒരു പ്രശ്നവും. സമാധാനമായി. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. പെണ്ണിനെ അടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യം. തന്നോട് ആരോട് പറഞ്ഞ എന്നെ ഇവർ അടിച്ചോണ്ട് പോയതാണെന്ന്? ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയതാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്റെ അടുത്ത് പറയണം. ചക്രു നേരമായി ചക്രു, നീ ഒരു കാര്യം മനസ്സിലാക്കുന്നു, എനിക്ക് ഇനി ആരും ഇല്ല. ഇനി നിന്നെ കെട്ടാൻ പോകുന്നത് ഞാനാ, നിന്റെ ഈ രാഹുലേട്ടൻ. അത് മറന്ന് നീ സംസാരിക്കാതെ. അച്ഛാ, ഇവള് പറയാൻ നോക്കിയേ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. ഒരാൾ കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ തമാശ പറയരുത് കേട്ടാ. ഇത് കണ്ടോ ഗൈസ്, ഇവർ ആദ്യക്കുട്ടനോട് കാണിച്ച ചതി കണ്ടോ ഗൈസ്? കല്യാണത്തലേന്ന് ആദ്യക്കുട്ടനെ ആദ്യം പിടിപ്പിച്ച് ഒളിച്ചോടിന്ന് പോരാഞ്ഞിട്ട് ഫ്ലസ്കിൽ എന്റെ തല വരെ വെട്ടിക്കളഞ്ഞു ഗൈസ്. പ്രതികരിക്കണം ഗൈസ്, നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രതികരിക്കണം ഗൈസ്. ഇതിനൊരു അറുമ്പതില്ലേ ഗൈസ്? നിങ്ങളുടെ മോളെയും കൊണ്ടാണ് എന്റെ ചക്കൻ പോയിട്ടുള്ളത്. നിങ്ങളിവിടെ ഞൊട്ടിക്കൊണ്ടിരിക്കാണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്ക്. എന്തായാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ഞാനും നീയും സമ്മതിച്ചാലും അവള് സമ്മതിക്കുന്നു തോന്നുന്നില്ല. അത് വിട്, അവരെ മാറ്റി സ്ഥലം പറയും, അല്ലാണ്ട് ഞങ്ങൾ പോവില്ല. യുകെന്നേ കെട്ടും കഴിഞ്ഞാ അവൾ ഇന്നലെ എത്തിയത്. പിന്നെ അരവിന്ദ, തന്തമാര് നല്ലതാണെങ്കിൽ പിള്ളേരെ ചിലപ്പോൾ 2-3 ഒക്കെ കെട്ടിന്ന് വരും. അല്ലാതെ ജനിപ്പിച്ചതിനെ വലിപ്പിച്ച ഇതുപോലെ പടവും കൊണ്ട് നാട് നീളം നടക്കേണ്ടി വരും. ഇത് എനിക്കല്ല ഗൈസ്, ഈ ലോകത്തിൽ ആർക്കും സഹിക്കാൻ പറ്റൂല. മാറില്ല അങ്ങോട്ട്.
എന്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ചക്രികയും കുടുംബവും തകർത്ത് കൈ തന്നത് ഗൈസ്. ഇവൾ ചക്രികയല്ല, ഇവൾ കത്രികയാണ്. ആണുങ്ങളുടെ ഹൃദയം മുറിക്കുന്ന കത്രിക. ജ്യൂസ് ഈ വെവിളി ഒടിച്ചോനെ കെട്ടിച്ചു കൊടുക്കുന്ന കെട്ടിയല്ല അവൾ ഒടിച്ചോടി പോയ തന്നെ. എവൻ എവിടെ നിന്ന് കിട്ടി? ഈ മോനിക്ക് ജ്യൂസ് എന്ന് ഗൈസ്. ജ്യൂസാണ്. ജ്യൂസിന്റെ റിവ്യൂ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. നമുക്ക് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം ഗൈസ്. കിഴങ്ങ എന്റെ മോന്ത പിടിക്കാതെ കിളവിയുടെ ഫീസ് പിടിയടാ. ഇത് എന്റെ കണ്ടന്റ് ആണ്, എന്റെ ജീവിതം കളഞ്ഞുണ്ടായ കണ്ടന്റ്. ഇതെങ്ങാനും നീയൊക്കെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്താ ആദിക്കുട്ട ആർമിയുടെ പവർ നീയൊക്കെ അറിയും. കേരളം നിന്ന് കത്തും. കത്തിക്കണോടാ. ഇങ്ങോട്ട് നോക്ക് ഗൈസ്. കിടക്കണ കിടപ്പ് കണ്ട. അയ്യോ, സ്വന്തം മോളെ ഇറങ്ങിപ്പോയതിനേക്കാളും നല്ലൊരു മരുമോനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തില് ബോധം കെട്ടണക്ക് അഭിനയിച്ച് കിടന്നിറങ്ങുന്ന എന്റെ എക്സാമായി അമ്മ. മോനെ അവൾ ഉണത്തല്ലേ മോനെ, പാവം. ഇതിലൂടെ എല്ലാം ഇങ്ങനെ വിളിച്ചു പറയല്ലേ, നാട്ടുകാർ കാണൂലേ. കാണട്ട്, ഈ ലോകം മൊത്തം കാണട്ട്. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയാലേ ഇവളെന്നെ കെട്ടുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അലത്താ വേണ്ടതായിരുന്നു. ഇവളെന്നെ ചതിക്കുമെന്ന്. നിന്നെ ആരടാ ചാച്ചേ? മോളിതാ വന്ന് നിക്കല്ലേ. നീ നിന്റെ വീട്ടുകാരെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറ. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. മാമച്ചൻ ഒപ്പിയറ. ഗൈസ്, ദിസ് ഓൾഡ് ഫെലോ ട്രൈയിങ് ടു കൺവിൻസ് മീ. എന്റെ ഉള്ളിലെ നന്മയെ ഇയാൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളാണ് എന്റെ കുടുംബം. നീയല്ല, നീ ഇവിടെ മാറിയില്ല. ഗൈസ്, നിങ്ങളാണ് എന്റെ കുടുംബം. ആ കുടുംബത്തിന്റെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ ചതിച്ച ചക്രയെ ഞാൻ ഇനി കെട്ടൂല ഗൈസ്. കല്യാണ തലേന്ന് ഈ 5 മുതു കെണ്ടകളുടെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ എനിക്കിനി വേണ്ട. കെട്ടൂല ഗൈസ്. ഒരു മര്യാദക്ക് വേണ്ടടി. 5 പേരുടെ കൂടെയാ? ചക്രു യവനാണോ ബനാന? കറക്റ്റ് വാഴ. ആശാനെ, ഇതെന്തോന്ന്? 8 ആണുങ്ങൾ ഒരു പെണ്ണാ? 8ഇല്ലടാ, അതോ നോക്ക് 2 വിക്കറ്റ് പോയി. എവിടെ പോയിരുന്നടാ പട്ടി നീ? പറടാ, നിന്നോട് എപ്പോ വരാന്ന് പറഞ്ഞേ? അത് രാത്രി. ഇതാണോടാ നിന്റെ രാത്രി? മാറിപ്പോയി ചക്രിയെ. എന്തോന്ന് മാറിപ്പോയി? എന്ത് തേങ്ങയാണ് മാറിപ്പോയത്? എടാ ഇത് പകല്. ദേ സൂര്യൻ ഫുൾ മൂൺ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? അതല്ല, എൻ്റെ അച്ഛൻ്റെ മൊബൈലിലാണ് റിമൈൻഡർ വെച്ചത്. അത് അങ്ങേര് ഓഫ് വെച്ചിട്ട് രാത്രി ഡ്യൂട്ടിക്കും പോയി. ഞാൻ എന്ത് ചെയ്തു? രാവിലെ എണീച്ചപ്പോൾ നേരം വെളുത്ത് ഇത്തിരി ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അല്ല അതല്ല, ഈ 5 പേർക്ക് ഒരു ഉണങ്ങിയ കാമുകം വന്ന് നിൽക്കണ്. വല്ല ഉത്തരവാദിത്തമുണ്ടോ എനക്ക്? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഞാനും എൻ്റെ പിള്ളേരെ സോൾവ് ചെയ്തിട്ടുണ്ട്. കാമുകൻ റെഡി, കല്യാണ ചെറുക്കൻ റെഡി, പിന്നെ ഒരു മുതുക്ക് മുറച്ചെറുക്കൻ റെഡി. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. നമ്മളില്ലേ പാടമക്കൾ. അണ്ണാ ഒരു മിനിറ്റ്. കുട്ടി, ഇന്നലത്തെ രാത്രി ഞങ്ങൾ ആരും മറക്കില്ല. കല്യാണം കഴിഞ്ഞു പോയാലും കിടക്ക അങ്ങോട്ട് വരണം. ഏത് പാതിരാത്രിയിലും കുട്ടിക്ക് അവിടെ ഒരു കിടക്കുണ്ടാവും. ഓൾ ദ ബെസ്റ്റ് മോനെ. പോവാണ അല്ല, അങ്ങനെ അങ്ങ് പോയല്ലോ. ഒരു രാത്രി നിങ്ങളോടെ കഴിഞ്ഞവളെ ഇനി ആര് കെട്ടുന്നോടെ അറിയണ്ടേ? ഇയാൾ ഇതെന്തോന്നു? അവൻ പറഞ്ഞു കേട്ടില്ല അവൻ കെട്ടൂന്ന്. എനിക്ക് കെട്ടാനൊന്നും പറ്റൂല. പോടാ എണീറ്റ്. ഞാൻ കെട്ടൂല. എന്ത് കെട്ടൂലേ? എടി, രാത്രി എന്നെ കണ്ടില്ലെങ്കിലേ തിരിച്ച് വീട്ടിൽ പോണം. അല്ലാതെ കണ്ടവൻ അവിടെ കിടന്ന് നിറങ്ങിയോളാം ഞാൻ കെട്ടണോ? പറ, വേണോ? നിനക്കെന്നെ കെട്ടാൻ പറ്റില്ലല്ലോ.
ഇവിടെ കിടന്ന് അധികം ബഹളവും വിളച്ചിലൊന്നും വേണ്ട കേട്ടല്ലോ. ഉണ്ടല്ലേ അത്? ആ ഞാൻ തന്നെയാ. നാലിടെ കെട്ടായിരുന്നു മക്കളെ. മംഗല്യദണ്ട് പൊട്ടിയപ്പോ പെണ്ണുങ്ങളെ കാട്ടി താലി കയറി തുടങ്ങിയല്ലേ? ഓ രാവിലെ ഏതോ പെങ്കുവച്ച് താലി പൂജിക്കാൻ വന്നെന്ന് അവൻ പറയണ കേട്ട്. പൂജാരി ആരിത്? ഇവിടുത്തെ ജയിലെഴുതാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ട് നല്ല പരിചയം. അച്ചമ്മ. ഓ വേണ്ട വേണ്ട. നീ എന്താ ഇവിടെ? അല്ല നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടവന്റെ കൂടെ ലോകം ചുറ്റിട്ട് വന്ന് കേറാനേ ഇത് സത്രമൊന്നും അല്ല. അച്ചമ്മ, നമ്മുടെ ചക്രുവാ. അയ്യോ ആണോ? എനിക്ക് അറിയത്തില്ലായിരുന്നു. അയ്യോ അക്കാലത്തെ കൊണ്ട് വന്നിരിക്കുന്നു. പോടാ അവിടുന്ന്. അമ്മ, ഇവള് നമ്മളെ കുടുംബത്തിന്റെ മാനം കളഞ്ഞമ്മ. അതുകൊണ്ട് ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ഓഹോ, അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ തീരുമാനിക്കും. ഇവിടെ ഇതൊന്നും നടക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളെ ഇവിടുന്ന്. എന്നാ എനിക്ക് ചിലത് പറയാനുണ്ട്. നിർത്തടി. ഈ വീട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇത്ര ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? എന്നെ അങ്ങനെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്. എങ്ങോട്ടാണ് അവ പോകാൻ പോകുന്നത്? കഷ്ടം. നിന്നെ പ്രേമിച്ചവനും വേണ്ട, കെട്ടാനിരുന്നവനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. പിന്നെ നീ എങ്ങോട്ടാടി പോകാൻ പോകുന്നത്? കഷ്ടം. അവന്മാരുടെ മോന്ത നോക്കിയാട്ടെ കുറെ ഉണ്ട് താനും നിന്നെ കൊണ്ടുപോകാൻ. ചേട്ടാ വാ പോവാം. എങ്ങോട്ട്? നിങ്ങൾ എങ്ങോട്ടാണോ അങ്ങോട്ട്. നീ എന്തിനാ ഞങ്ങളുടെ വന്നെ? നിങ്ങളല്ലേ പറഞ്ഞേ ഇനി പോലും ഞാൻ വത്സല ക്ലബിൽ അംഗമാണെന്ന്. അതൊരു താൽക്കാലിക മെമ്പർഷിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ മെമ്പർഷിപ്പ് ഉടനെ കൊടുക്കണില്ല. ചേട്ടാ ചേട്ടൻ എന്നെ കെട്ടാൻ പറ്റുമോ? ചേട്ടൻ എന്നെ കെട്ടാൻ പറ്റുമോന്ന്? എന്റെ കല്യാണവും മുടങ്ങി, ചേട്ടന് പെണ്ണും കിട്ടില്ല. അപ്പൊ ചേട്ടനെ കല്യാണം കഴിച്ചാ ചേട്ടന്റെ എല്ലാ പ്രശ്നം മാറൂലേ? സഖാവേ, ലോട്ടറി അടിച്ച് നമുക്ക് ക്ലബും കിട്ടും, അവന് പെണ്ണും കിട്ടും. അവൻ ചിലപ്പോ ചെറവും. അവനെ പിടിച്ച പിടിയാലെ സമ്മതിപ്പിക്കണം. ഒരു മിനിറ്റ്. ആലോചിക്കാൻ സമയമില്ല. നീ ഒന്ന് ആലോചിക്കാണ്. ഇതിൽ നല്ലൊരു ഐഡിയ ഇനി വേറെ ഇല്ല. ഞങ്ങളല്ല ഭാരതക്കൊന്ന് മുഴുവൻ വിചാരിച്ചാലും 7 ദിവസമല്ല 7 വർഷം എടുത്താലും നിനക്കൊരു പെണ്ണ് കിട്ടാൻ പോകുന്നു. ഇതൊരു പെണ്ണ് ഇങ്ങോട്ടാ വന്നിരിക്കുന്നത്. സമ്മതിച്ചോ? അതാ നിനക്ക് നല്ലത്. എടാ ഒന്ന് വാതോർന്ന് പറയടാ ചോവേ. എടാ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു പ്രിപ്പറേഷനും ഒരു തയ്യാറെടുപ്പിനൊക്കെ സമയം വേണ്ടേ? വേണ്ട സഖാവേ. സമയം കിടക്കില്ല. നീ 2 സെക്കൻഡ് ആലോചിച്ച് പറഞ്ഞാൽ ഞാൻ പിടിച്ചെടുത്തി. എന്നാലും 2 സെക്കൻഡ് സഖാവേ കളിക്കല്ലേ. എങ്കിലേ ഞാൻ ഒരു ഐഡിയ പറയാം. കേൾക്കാൻ പോണില്ല, എന്നാലും പണ. അവന് വയ്യെങ്കിലേ ആ പെണ്ണെ ഞാൻ കെട്ടിക്കോളാം. ബാഹു അണ്ണാ കഷ്ടായിരിക്കും. കെട്ടിച്ചെന്നാ പൊഞ്ഞോണ്ട് പോവോ? നീ കെട്ടിയ നിനക്ക് പെണ്ണ് കിട്ടും, നമുക്ക് ക്ലബ്ബ് കിട്ടുമോ? അവക്ക് ഇവനല്ലേ ഇഷ്ടം. യവനാണെങ്കിൽ ഒരുമാതിരി മണാന്ന് ഒരു ചൂടും ചുരുക്കൂലാത്തൊരു ഏറുകൈ. കൊച്ചേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ നിന്റെ കളിപ്പന്റെ കൂടെ ലോകം കാണാൻ ഇറങ്ങുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. ഓ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി നോക്കി വെച്ചത് പൃഥ്വിരാജിനല്ലേ? ഓ അത് നടന്നത് തന്നെ. അയ്യോ, ഇവിടെ കിടന്നുള്ള ഈ ചർച്ചയൊന്നും വേണ്ട. കൊച്ചേ, ഇവർക്ക് നിന്നെ വേണ്ട. നീ ഒരു കാര്യം ചെയ്, എത്രയും വേഗം നീ അടുത്തതാരാന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. പോ പോ പോ.
അയ്യോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാലും നിക്കാതെ വാ തുറന്ന് പറയണോ പറയടേ. എന്നെ കേട്ട സമ്മതാണോ അല്ലേ? സമ്മതമാണ്. സമ്മതമാണ്. ആണോ? സമ്മതമാണ്. ശരിക്കും സമ്മതമാണ്. നിക്കടി അവിടെ. എന്താ ഉറപ്പിച്ചോ? ഉറപ്പിച്ചെങ്കി ഉറപ്പിച്ചെങ്കി ഇങ്ങോട്ട് പോരെ. ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ. ഇനി താലികെട്ടും കഴിഞ്ഞ് ഒരു സദ്യയും ഉണ്ടേ ചങ്ങ് പോകാം. അല്ല ആ പൂജാരി എവിടെ? പൂജാരി നിവേദ്യമാണോ? ഞാൻ തരൂല. നിവേദ്യം തേങ്ങയൊന്നുമല്ല, പൂജാരിയാണ് വേണ്ടത്. ഈ ഭാരതക്കുന്നുകാർക്ക് മുഴുവൻ ഭ്രാന്തായ പെണ്ണിനെ കിട്ടിയ പാളത്തിൽ കയറപ്പെടുന്നത് അത് പിന്നെ നിങ്ങൾ കാരണം കിട്ടാനുള്ള ദക്ഷിണയൊക്കെ പോയി. അതിന്റെ കലിപ്പ് കാരണം പറഞ്ഞു പോയതാ. മാപ്പാക്കണം. പൂജാരി ഇന്ന് രാവിലെ ഒരു പെണ്ണിന് താലി പൂജിച്ചു കൊടുത്തില്ലേ? അത് പിന്നെ എന്റെ കല്യാണമേ നടന്നില്ല. സ്നേഹിക്കുന്നവർ ഒരുമിക്കട്ടെ എന്ന് വിചാരിച്ച് പൂജിച്ചു കൊടുത്തതാ. പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ആ പെണ്ണിന്റെ പടം വരയ്ക്കണം. എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല. നിങ്ങൾ വരയ്ക്കണ്ട, പറഞ്ഞു കൊടുത്താൽ മതി. പുളകിത് വരച്ചോളും. പടം വരയ്ക്കാനാ? എന്തിന്? അതൊക്കെ ഉണ്ട്. ആദ്യം പടം വരച്ചൊന്ന് കിട്ടട്ടെ, അല്ലേ വിളിക്കുക. അവളുടെ ഒരു ഫോട്ടോ വാങ്ങി തന്നാ അത് നോക്കി വരയ്ക്കാവോ? അതിനവൾ ആരാന്ന് നമുക്കറിയില്ല. ആര്? ഓടാങ്കുന്നല്ലേ ഊർജയുടെ മോൾ ചക്രികയോ? ഈ ഊർജയുമായിട്ടുള്ള എന്റെ കല്യാണമല്ലേ പണ്ട് നിങ്ങൾ മുടക്കിയത്? അന്ന് ദ്രോഹികൾ. ഷംജോ, വണ്ടി എടുക്കണം. ഇറങ്ങ്. कैसे हो भारत कुंज निवासियों? ചെറിയ സർപ്രൈസ് ആയല്ലേ?
5 വർഷം മുന്നേ ഉള്ളൊരു ഫ്ലാഷ് ബാക്ക്. ഗുണ്ടിൻ്റെ മെമ്മറിക്ക് കുഴപ്പമില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാവരും കൂടെ ഈ ക്ലബിൽ നിന്നും നാട്ടിൽ നിന്നും ട്രാൻസ്ഫർ അടിച്ചു തന്ന അതേ മുരുകൻ. നീ പക പോക്കുകയാണല്ലേടാ. ആ ഡയലോഗല്ലേ ഗുണ്ടിന്റെ മനസ്സിൽ? നീയായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പിന്നിലല്ല, മുന്നില്. സംഗതി ഇവളുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പ്ലാൻ. ബാക്കിയുള്ള ദണ്ട് പൊട്ടിക്കലും ഇവന്റെ കെട്ടുമൊക്കെ ബോണസ് എൻട്രിയാ. അങ്ങനെ കാലങ്ങൾ പഴക്കമുള്ള മുടക്ക് ദണ്ടിന്റെ കഥ ഭാരതക്കുന്നിലെ ഭാവി തലമുറയ്ക്ക് റോൾ മെറ്റീരിയലായി നിൽക്കട്ടെ. വെല്ലുവിളി തോറ്റ സ്ഥിതിക്ക് ആ വാക്കങ്ങ് പാലിക്കണം ഗുണ്ടേ. മംഗല്യബന്ധ ആസ്ഥാനം നിങ്ങളായിട്ട് പൂട്ടുന്നോ അതെ ഞങ്ങൾ കയറി പൂട്ടിക്കണോ? അത് അവരെന്നെ പൂട്ടി സീല് വെച്ചിരുന്നു സഖാവൻ. മംഗല്യബന്ധ ടീം വാക്ക് പറഞ്ഞ വാക്കാ അല്ലേ? അപ്പൊ എങ്ങനെ കാര്യങ്ങള്? വേണു വാ, വന്ന അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചേക്ക്. പാവത്തിന് കല്യാണം കൂടാൻ പറ്റിയില്ലല്ലോ. വിളിച്ചോണ്ട് പോയിക്കൊള്ളാണേ. അതെന്ത് വർത്താനാ? ചുമ്മാ കൊടുക്കുണ്ടേ. കല്യാണം മുടക്കി ശീലിച്ചവർക്ക് കല്യാണം നടത്താനുള്ള ചെലവിനെ കുറിച്ച് അറിയില്ലല്ലോ. 5 പൈസ ചെലവില്ലാണ്ട് വീട്ടിലെ 2 കല്യാണം നടന്നില്ലേ? നിങ്ങൾ ഇന്നലെ ഇവളോട് പറഞ്ഞില്ലേ റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ ആദ്യം കാണേണ്ട കല്യാണം ഇവളുടെ ആവണമെന്ന്. ഇപ്പൊ ഇതേ മോനും ഉണ്ട് മോളും ഉണ്ട്. സന്തോഷായില്ലേ കൊണ്ടേ? കുറച്ച് നേരായിട്ട് അവന്ന് ചിലക്കണ് പൊട്ടിക്കണ നിന്റെ അണ്ണാക്കിട്ട് പൊട്ടിക്കിട്ടടാ തന്നെ. നിന്നെ കൊറേ നാളാടാ ഓങ്ങി വെച്ചിരിക്കുന്ന. ബാഹു അരവിന്ദിന് സന്തോഷം വരുമ്പോ പൊട്ടിക്കുന്നതല്ല ഈ ഐറ്റം. ഇതോടുകൂടി മംഗല്യബന്ധ പ്രസ്ഥാനം എരിഞ്ഞടങ്ങും. അയ്യോ അന്നായി മുരുകണ്ണ കവലയിൽ കിടന്ന് പ്രസംഗിച്ച് അടിച്ച് കയറി വരരുത്. അത് ഈ ചെറുക്കൻ നശിപ്പിച്ച് ഇതേപോലൊരു ഇരണം കെട്ട ചെറുക്കൈ തമ്പേ കാട്ടി അയ്യ. എടാ ബാഹു, നിന്നോട് ഞാൻ ആ ഗുണ്ട് പിടിക്കാനല്ലേ പറഞ്ഞുള്ളൂ, കത്തിച്ച് പൊട്ടിക്കാൻ പറഞ്ഞ. ഒരാവേശത്തിൽ പറ്റിപ്പോയതാണ് എന്റെ മുരുകണ്ണ. മുരുകണ്ണന്റെ ഫസ്റ്റ് നൈറ്റ് കൊളവായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ 4-5 വർഷത്തിന് ശേഷമുള്ള അണ്ണന്റെ തിരിച്ചുവരവ് പുകഞ്ഞു പോയല്ലോ അണ്ണാ. ഏത് നശിച്ച നേരത്താണാവോ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നിയത്. അണ്ണൻ ഈ നാട് രാശിയല്ല. അതൊന്നുകൂടെ പറയടാ വേണു. പിന്നെ നമുക്കൊക്കെ ഭയങ്കര രാശിയല്ലേ. ആര് പോണ് ദേശാന്ത പോണ് എങ്ങു പോണ് കല്യാണം കൂടാൻ. ആര് പോണ് ദേശാന്ത പോണ് എങ്ങു പോണ് കല്യാണം കൂടാൻ. നാടറിഞ്ഞ് നടന്ന് നാട്ടുജോല കൂട്ടറിഞ്ഞ് കൂടണയാൻ കൂട്ടിനില്ല കൂട്ടക്കാരെ. നടന്ന് മനം കൊതിച്ച് മനം നിറയെ കുട പിടിച്ച് കൂടണയാൻ കൂടുമില്ല കൂട്ടക്കാരെ. ആര് പോണ് ദേശാന്തൻ പോണ് എങ്ങു പോണ് കല്യാണം കൂടാൻ. ആര് പോണ് ദേശാന്ത പോണ് എങ്ങു പോണ് കല്യാണം കൂടാൻ. കല 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 കല്യാണം തോറ്റു കൊടുക്കില്ല എന്നോളം. കല കലക്കണ് കല്യാണം പൊടി പൊടിക്കണ് മംഗല്യം. കല 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 കല്യാണം തോറ്റു കൊടുക്കില്ല എന്നോളം. കല കലക്കണം കല്യാണം മുടക്കണ മംഗല്യം. ആര് പോണ് അലമ്പൽ പോണ് എങ്ങ് പോണ് മുടക്കാൻ പോണ്. ആര് പോണ് അലമ്പൽ പോണ് എങ്ങ് പോണ് മുടക്കാൻ പോണ്. കല 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 കല്യാണം പൊടി 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 പൊടിക്കണ മംഗല്യം. കല 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 കല്യാണം മുട 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 മുടങ്ങണ മംഗല്യം.
ക്ലേശം വേണ്ട തൊത്തു കളിക്കും ഞാൻ ദേശം നീളെ കോലം കളിച്ചിടുമ്പോ ക്ലേശം വേണ്ട തൊത്തു കളിക്കും ഞാൻ കൊടിയെടുക്കും പിന്നെ ഞാൻ മുതലെടുക്കും പിന്നെ ഞാൻ അളഞ്ഞെടുക്കും ആ പിന്നെ തട്ടിക്കളഞ്ഞു കൊണ്ടോടും ഞാൻ ദൂര് കാണിക്കും കൂടെ ഞാൻ നാട് തെളിക്കും നെഞ്ചോരം മുന്നിലുദിക്കും എന്നാലോ വേണ്ടാട്ടോ കല്യാണോ ആര് പോണ് മാലമ്മൻ പോണ് എങ്ങ് പോണ് മുടക്കം പോണ് ആര് പോണ് മാലമ്മൻ പോണ് എങ്ങ് പോണ് മുടക്കം പോണ് കല 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 കല്യാണം പൊടി 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 പൊടിക്കണ മംഗല്യം കല 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 കല്യാണം മൊട 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 മൊടങ്ങണ മംഗല്യം